അന്ന് നവാസ് ഭായി ഞാൻ ഡെസ്കിലാണ്. അപ്പം ചില കേന്ദ്രങ്ങളിൽ നിന്ന് വിളിച്ചു പറയും, ഇവിടെ ബസ്സിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇന്നലെ രാത്രി ഒരു വീട്ടിലൊരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങാതായി ആയപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു സംശയം തോന്നി തുടങ്ങി. പിന്നെ പെരുമാറ്റം വീട്ടിൽ ഭാര്യയോടും മക്കളോടും മോനോടെല്ലാം ഭയങ്കരമാണ്. ഇന്നത്തെ ഇപ്പോഴത്തെ MP ഉണ്ടല്ലോ സദാനന്ദൻ മാസ്റ്റർ ഉരുവച്ചാൽ ടൗണിൽ വെച്ച് വെട്ടുകയാണ്, കാല് വെട്ടിയിട്ട് ഓവുചാലിൽ എറിയുകയാണ്. അപ്പോൾ ആ വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് കൗണ്ടറിന് വേണ്ടിയിട്ട് ക്രിമിനൽസ് എല്ലാവരും പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ എല്ലാ വീടുകളിലും പോയിട്ടുണ്ട്. ആ വീട്ടിൽ വെച്ചിട്ടാണ് ജയരാജൻ അക്രമികൾ വെട്ടി കഷ്ണാക്കുന്നത്. ഇപ്പോഴത്തെ മന്ത്രി റിയാസിന്റെ ഉപ്പ ആണ് അന്നത്തെ SP അബ്ദുൽ ഖാർ സാർ, ഇവരൊക്കെ സ്പോട്ടിലിട്ട്. അപ്പൊ ഇത് ഇൻക്വസ്റ്റ് നടക്കുന്നതിനിടയിൽ ഹബീബ് റഹ്മാൻ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിയിട്ട് വേറൊരു പറമ്പിലേക്ക് എറിഞ്ഞായിരുന്നു. കൊലപാതക രാഷ്ട്രീയം സമ്പൂർണ്ണമായി മാറി എന്ന് പറയാവുന്ന ഒരു 90% മാറിയ ഒരു കാലം. 90%അല്ല 95%. അപ്പൊ ആ തരത്തിലുള്ള ഇടപെടൽ അതിന്റെ തുടർച്ചയായിട്ട് അതിൽ ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി എന്ന് പറയുന്ന ഒരു കഥാപാത്രം എടുത്തൊരു തീരുമാനം, പൊളിറ്റിക്കൽ അക്രമം നടന്ന പ്രതികളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് തന്നെ തീരുമാനിച്ചിട്ട് യഥാർത്ഥ പ്രതികൾ കേസുകളിൽ വരാൻ തുടങ്ങി. നമസ്കാരം. ന്യൂസ് ആൻഡ് ന്യൂസിന്റെ ടോക്ക് ഷോ വിത്ത് KV മധുവിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അതിഥി കുറച്ച് വ്യത്യസ്തനാണ്. ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ്. അതിനപ്പുറത്തെ കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇരുണ്ട രാഷ്ട്രീയ അധ്യായത്തിന്റെ അടയാളം മലയാളത്തിലെ സാഹിത്യത്തിൽ ഒരു പുസ്തക ശേഖരണത്തിലേക്ക് ഒരു പുസ്തകത്തിലൂടെ നൽകിയ ഒരാൾ കൂടിയാണ്. കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുമ്പം പൊതു നരേഷനിൽ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ്. അത് ആ നാടിൻ്റെ യഥാർത്ഥ സത്തയെ അപനിർമ്മിക്കുന്ന ഒരു ആഖ്യാനമായിരുന്നു. പക്ഷേ കണ്ണൂർ കൊലപാതക രാഷ്ട്രീയം നമുക്ക് കേരള രാഷ്ട്രീയത്തിൻ്റെ ഇരുണ്ട അധ്യായമായി അവിടെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നിൽക്കുമ്പം ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഈ 10 വർഷത്തിനിടയിലുണ്ടായ വലിയ ശുഭകരമായൊരു പ്രതീക്ഷയായി ആ കൊലപാതക രാഷ്ട്രീയത്തിനൊരു അന്ത്യമുണ്ടായി എന്ന സൂചനകൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ മുമ്പിലുണ്ടായിട്ടുണ്ട്. നിരന്തരമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാത്തൊരു കാലം. ഈ കാലത്ത് നമ്മുടെ മുമ്പിലേക്ക് ഒരിക്കലും നമ്മൾ ഇനിയൊരു ആവർത്തിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തെ, അല്ലെങ്കിൽ ഒരു അധമ മനസ്സോടുകൂടി ഉള്ള കൊലപാതകത്തിൻ്റെ രാഷ്ട്രീയ മുഖത്തെ ഇനിയൊരിക്കലും മുന്നോട്ട് വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാലത്തെ നമ്മൾ ഇടയ്ക്ക് ഓർമ്മിക്കണം. കാരണം ഇനി ഒരിക്കലും വരരുതെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ആ ഓർമ്മ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അങ്ങനെ ഒരു ഓർമ്മയെ നമ്മുടെ മുമ്പിലേക്ക് ആ കാലത്തിൻ്റെ പരിച്ഛേദം അവതരിപ്പിച്ചൊരു പുസ്തകമാണ് ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം. ഈ പുസ്തകം ന്യൂസ് ആൻഡ് ന്യൂസിൻ്റെ പ്രേക്ഷകരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, പുസ്തകപ്പുഴുവിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകം എഴുതിയ നവാസ് മേത്തർ എന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ ഇന്ന് നമ്മൾ ഈ ടോക്ക് ഷോ വിത്ത് KV മധുവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം നവാസ്. നമസ്കാരം. ഞാൻ പ്രാദേശിക മാധ്യമ പ്രവർത്തനം എന്ന് ഊതി പറഞ്ഞത് വളരെ എന്താ പറയുക മനസ്സിലാകുന്നുണ്ട്. കാരണം കേരളത്തിലെ മാധ്യമ ലോകത്ത് പുതിയ കാലത്ത് പ്രത്യേകിച്ചും അടിത്തട്ടിലുള്ള മനുഷ്യൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന ഒരു മാധ്യമ പ്രവർത്തന കാലമാണ് പത്രങ്ങളുടെ, പ്രത്യേകിച്ചും പ്രാദേശിക മാധ്യമ പ്രവർത്തനം. അതിൻ്റെ ഒരാളാണ് നിങ്ങൾ. വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പം നമ്മൾ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഈ കണ്ണൂർ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നമ്മുടെ മുൻകാല അനുഭവങ്ങൾ നിങ്ങൾ നേരിട്ട്, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ പുസ്തകത്തിൽ പറയുന്നത് പ്രകാരം നിങ്ങളവിടെ മുഖ്യധാരയിൽ ചർച്ച ചെയ്ത ഒരു 80% കൊലപാതകങ്ങളും നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരാൾ കൂടിയാണ്. ആ അർത്ഥത്തിൽ കേരളീയ മനസ്സുകളിലേക്ക് നിങ്ങൾ ആ ഒരു ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ഓർമ്മയുടെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതാണ് ഈ പുസ്തകം ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഓർമ്മയിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ന്യൂസ് ന്യൂസിൻ്റെ പ്രേക്ഷകർക്കും അത് വലിയൊരു അനുഭവമാകുമെന്ന് വിചാരിച്ചിട്ടാണ്. നവാസ് ഭായി, ഈ കാലത്ത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഈ പുസ്തകത്തിൻ്റെ ബലത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകന് ഒരു ഇത്തരത്തിലുള്ള ഒരു കാലത്തെ അടയാളപ്പെടുത്താൻ പെട്ടെന്നുള്ള ഓർമ്മ ഒരു എഴുത്തിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്? ഇത് സാധാരണഗതിയിൽ ഒരു മുഖ്യധാര പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ മുത്തശ്ശി പത്രങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊന്നും ഇങ്ങനെ ഒരു അവസരം കിട്ടൂല. പ്രാഥമികമായിട്ട് അങ്ങനെ പറഞ്ഞു തുടങ്ങാൻ കാരണം, കൊലപാതകങ്ങൾ നടക്കുമ്പോൾ എല്ലാ പ്രധാന പത്രങ്ങൾക്കും ജില്ലാ ആസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ടേഴ്സും ഇങ്ങനെ വരും. അത് ഓരോ നാട്ടിൽ നിന്ന് വരുന്ന 2, 3, 4, 5 ആളുകളൊക്കെ വരും. ഈ ദീപിക മലയാളത്തിലെ പ്രഥമ ദിനപത്രമാണ്. അതിൻ്റെ റിപ്പോർട്ടറാണ് ഞാൻ തലശ്ശേരി. ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ്, തലശ്ശേരിയാണ് കേന്ദ്രം, എൻ്റെ കേന്ദ്രം. അപ്പോൾ ബാക്കി എല്ലാ പത്രങ്ങൾക്കും കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ടേഴ്സ് വരും. ദീപികയ്ക്ക് ഞാൻ പോകണം. അക്കാലത്ത് രാഷ്ട്രദീപിക ഓരോ മണിക്കൂറിലും അടിക്കുന്ന കാലഘട്ടം. രാവിലെ ഒരു 10 മണിക്ക് പ്രിന്റിങ് തുടങ്ങിയാൽ രാത്രി വരെ അടിക്കും. എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം നടന്ന് അന്നേരം അടിക്കും, ഒരു ബോംബെ നടന്ന് അന്നേരം അടിക്കും, ഒരു തീവപ്പ് നടന്ന് അന്നേരം അടിക്കും. പത്രത്തെ അതായത് KK ശൈല ടീച്ചർ എൻ്റെ പുസ്തക കവർ പ്രകാശനത്തിൽ ടീച്ചർ പറഞ്ഞു, ഞങ്ങൾ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ രാഷ്ട്രദീപിക വരാൻ കാത്തു നിന്നു എന്ന്.
അതുപോലെ തന്നെ ഇപ്പോൾ ഷാർജ ബുക്ക് ഫെയറിൽ എൻ്റെ പുസ്തകം റിലീസ് ചെയ്ത് ഇ പി ജയരാനാണ്. ഇ പി ജയരാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഈ നവാസ് മേത്തർ ഒരു കാലത്ത് ഞങ്ങളുടെ ശത്രുവായിരുന്നു, ഇദ്ദേഹത്തിനെതിരെ പരസ്യമായി ഞാൻ ഒത്തിരി പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂറിലും ഇങ്ങനെ വാർത്ത. രാഷ്ട്രദീപികയാണ് അന്ന് ഇന്നത്തെ പ്രധാനപ്പെട്ട മെയിൻ ചാനലുകളുടെ ന്യൂസ് ചാനലുകളുടെ റോള് വഹിച്ചിരുന്നത്. അപ്പം ദീപികയുടെയും രാഷ്ട്രദീപികയുടെയും ലേഖനായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ 10-35 വർഷം ഈ കൊലപാതകങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട ഗതികേടുണ്ടായിരുന്നു. ഗതികേട് തന്നെയാണ് പറയേണ്ടത്. കാരണം ഇപ്പോൾ അത് ഗതികേടല്ല, പുസ്തകമൊക്കെ എഴുതാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും മനോനില തെറ്റുന്ന ഒരു മനുഷ്യനിലേക്ക് വേണമെങ്കിൽ ഒരു ഭ്രാന്തനായി പോകാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഞാൻ എത്തിയ പച്ചയ അനുഭവം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടവരെല്ലാം നമ്മൾ അറിയുന്നവരാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ട്രാജഡി. കാരണം അത്രയും ചെറിയ പ്രദേശം ഡെയിലി ഇങ്ങനെ സഞ്ചരിച്ച് ഈ കൊല്ലപ്പെടാൻ സാധ്യതയുള്ളവരെ നമുക്കറിയാം, ഇവൻ കൊല്ലപ്പെടുമെന്നറിയാം. അങ്ങനെ ഒരു കാലമാണ് എൻ്റെ ആ പ്രാദേശിക മാധ്യമ പ്രവർത്തനകാലം. എൻ്റെ കൂടെ എസ് കെ മോഹനൻ എന്ന ഫോട്ടോഗ്രാഫറും സന്തത സഹചാരിയായിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്ന സമയത്ത് ഞാൻ ദീപികയിൽ ഞാനും ജോലി ചെയ്തിട്ടുള്ളതാണ്. അന്ന് നവാസ് ഭായി ഞാൻ ഡെസ്കിലാണ്. അപ്പം ചില കേന്ദ്രങ്ങളിൽ നിന്ന് വിളിച്ചു പറയും, ഇവിടെ ബസ്സിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇന്നലെ രാത്രി ഒരു വീട്ടിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പകൽ സമയത്ത് രാഷ്ട്രദീപികയാണെങ്കിൽ അങ്ങനെ, ദീപികയാണെങ്കിൽ അങ്ങനെ. അത് നമുക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ ഉൾക്കൊള്ളാവുന്നതിനപ്പുറത്തുള്ള സന്ദർഭത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്. ഇപ്പോൾ ഇതെല്ലാം അവസാനിച്ചു എന്നൊരു പരിധിവരെ നമുക്ക് പറയാവുന്ന ഒരു സാഹചര്യം നന്നായി പറയാം, ഒരു സംശയം കാര്യത്തിലില്ല. അതിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ഗതികേടിന്റെ കാലത്തുനിന്ന് ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു അവിശ്വസനീയത തോന്നുന്നുണ്ടോ ആ കാലത്ത്? അന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആള് മാറിയിട്ട് ഒരു ചെല്ലട്ടൻ ചന്ദ്രൻ ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരാൾ കൊല്ലപ്പെടുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ ഒരു ക്ലീനർ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ആ ക്ലീനർ വന്നുകൊണ്ടിരിക്കുമ്പം അപ്പുറത്ത് നിന്ന് ഈ ക്ലീനറെ തട്ടൻ്റെ ടീം അടുത്ത സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്, ഒരു 3 സ്റ്റോപ്പ് അപ്പുറം. അപ്പോൾ ഈ ക്ലീനർ വന്നുകൊണ്ടിരിക്കുമ്പം ഒരു സ്റ്റോപ്പിലെത്തിയപ്പോൾ അയാൾക്ക് വയറുവേദന വരികയാണ്. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ അന്നത്തെ കാലത്തൊക്കെ ഈ ബസ് ഷെൽട്ടറിൽ ഇങ്ങനെ ആളുകൾ ഇരിക്കും, ഈ രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ അതിനകത്ത് ഒരുത്തനോട് പറഞ്ഞു, എടാ നീ ഒന്ന് പോയാട്ട് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. ഇവൻ ഈ ബസ്സിൽ കയറുകയാണ്. ഈ ബസ്സിൽ കയറിയിട്ട് ഇവനിങ്ങനെ പോകുന്ന അടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവനെ വലിച്ചിട്ട് വെട്ടിക്കൊല്ലാണ്. മറ്റേ ആൾ കൊല്ലപ്പെടേണ്ടോ ടോയ്ലറ്റിൽ, ഇവൻ കൊല്ലപ്പെടുന്നു. എന്നിട്ട് ഈ ബോഡി ജനറൽ ആശുപത്രിയിലെത്തി. പ്രധാനപ്പെട്ട CPM BJP കക്ഷികളാണല്ലോ ഇതിനകത്ത് ആളെ അവരെല്ലാം വന്നിട്ട് തിരിച്ച. അപ്പം ഞാൻ അവിടെ ഉണ്ട് സ്പോട്ടുള്ളപ്പോൾ എൻ്റെ മനസ്സിൽ വെറുതെ തോന്നി, ഒന്നൊരു കോൺഗ്രസ് നേതാവിനെ വിളിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മമ്പറം ദിവാരൻ. വരട്ടെ നിങ്ങളൊന്നും ആശുപത്രി വരുവാ. ഇങ്ങനെ ദിവാരം വന്നിട്ട് അത് കോൺഗ്രസ് പ്രവർത്തകനാണ് തിരിച്ചറിയുന്നുണ്ട്. ദിവാരനാണെന്ന് എൻ്റെ ഓർമ്മയെ 10-30 വർഷം മുമ്പുള്ള സംഭവമല്ലേ. ഈ കൊല്ലപ്പെടുന്ന കേസുകളിലൊക്കെ ഇങ്ങനെ കുറേ ഇപ്പം ചില ആൾ കൊല്ലപ്പെടുന്നു. ഇപ്പം ഒരുത്തൻ കൊല്ലപ്പെടുന്നു പുലർച്ചെ 4 മണിക്കാണ്. അവൻ 4 മണിക്ക് ഒരു സ്ഥലത്ത് പോയി കുറച്ച് അത് അടിച്ച കാര്യവും നാട്ടുകാർക്ക് അറിയാത്ത കാര്യമാണ്. മദ്യപിച്ച് കിടന്നുറങ്ങിയിട്ട് പുലർച്ചെ 4 മണിക്ക് ഉറക്കി കെട്ടി അവിടെ വീട്ടിലേക്ക് നടന്നു പോവുക. ഒരു ടീം ആ സമയത്താണോ ഇറങ്ങുന്നത്, അവർ പരിധി വരുമ്പോൾ ഇവനെ കിട്ടിയപ്പോൾ കിട്ടി. പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ കൊല്ലപ്പെട്ട എത്ര മനുഷ്യരുണ്ടെന്നറിയോ. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സംഘർഷം നടക്കുമ്പോൾ പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകർക്കെല്ലാം മെസ്സേജ് കിട്ടും, സേഫ് ആകാൻ. അത് നിങ്ങൾ അതിനകത്ത് ഒരു അധ്യായത്തിൽ ഞാൻ പറയുന്നുണ്ട്. ആ കാലത്തൊക്കെ ടൗണിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കും വൈകുന്നേരം ആകുമ്പോൾ. ഇന്നത്തെ പോലെ കാറും സൗകര്യമൊന്നും അന്നില്ല. ഈ കാൽനട യാത്രയിൽ 2 ഉദ്ദേശമാണ്. ഒന്ന്, റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, വൈദ്യുതി കമ്പി തകർന്നത്, റോഡിലെ കുണ്ട്, ഇതൊക്കെ തേടും. അതോടൊപ്പം തന്നെ നഗരത്തിലെ പ്രധാന മുക്കുകളിൽ പ്രധാന രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അവരെ സാന്നിധ്യം ഇല്ലെങ്കിൽ, അടുപ്പിച്ചില്ല എന്ന് കണ്ടാൽ മനസ്സിലായിക്കോളാം എന്തൊരു ഓപ്പറേഷൻ നടക്കാൻ പോകുന്നുണ്ട്. കാരണം അവർ നഗരത്തിൽ സജീവമല്ലെങ്കിൽ, അവരെല്ലാം സേഫ് സോണിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഏത് പാർട്ടിയായാലും മനസ്സിലായിക്കോളാം. അപ്പോൾ ഒരു നഗരത്തിൽ ഒരു ടീം ഉണ്ടാവും. അപ്പോൾ അവർ അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ സേഫാണെന്നുള്ള നിർദ്ദേശം കിട്ടിയിട്ട് മാറി അതിനുശേഷമാണ് ഓപ്പറേഷൻ നടക്കുക. അപ്പോൾ അങ്ങനെ അത് ഒരു വല്ലാത്ത കാലം തന്നെയാണ്. അത് പറഞ്ഞ് ഈ കൊലപാതകം നടന്ന പ്രദേശങ്ങളിലൊക്കെ എല്ലാം പാവപ്പെട്ട മനുഷ്യരല്ലേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ഈ ഏത് കൊലപാതകത്തിലും ഒരു പ്രധാനപ്പെട്ട ആൾ കൊല്ലപ്പെട്ടാൽ അതിനെ തുടർന്ന് ഇപ്പോൾ ആ പുസ്തകത്തിൽ എൻ്റെ വരുന്ന പുസ്തകത്തിലൊരു അധ്യായമുണ്ട്. ഞാനൊരു കാറ് വാങ്ങുന്ന ദിവസം അന്ന് നടക്കുന്ന ഒരു കൊല്ലത്ത് 7 പേര് കൊല്ലപ്പെടുക. അത് RSSൻ്റെ ഒരു നേതാവുണ്ട്, MP സുമേഷ്, ഇപ്പോഴത്തെ BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ഇവന് വെട്ടേറ്റ ഒരു ദിവസമുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു CPM കൂടി കൂടെ പറയണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം നമ്മൾ പറയുമ്പോൾ ഇത് 2 കൂട്ടരും ആ കാലത്ത് ഈ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ആളുകളാണ്. ഈ സുമേഷിന് വെട്ടേറ്റിട്ട് ഇവനെ ആശുപത്രി കൊണ്ടുവരികയാണ് ജില്ല. അപ്പം മുഖം ഇങ്ങനെ വെട്ടി പിളർന്നിരിക്കുകയാണ്.
കൈ വെട്ടിച്ചെതറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാരെ വെട്ടേറ്റെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇവൻ ഇങ്ങനെ നമ്മളെല്ലാം വിളിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിത് സുമേഷാണെന്ന് മനസ്സിലാകുന്നില്ല. ഒടുവിൽ ഐഡൻറ്റിഫൈ ചെയ്തു. സുമേഷ് ആംബുലൻസിൽ കയറ്റി പോകുമ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ഒരു ടീം ഓട്ടോറിക്ഷയിൽ ഇറങ്ങടാ നോക്കടാ നമുക്കെന്ന് പറഞ്ഞു എൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങുന്നത്. എനിക്ക് അവരങ്ങനെ പരിചയമൊന്നുമില്ല. കുറച്ച് പേര് ഓട്ടോറിക്ഷയിൽ നിന്ന്. ഈ ഓട്ടോറിക്ഷയിൽ ഇറങ്ങിയ ടീം ലോഗൻസ് റോഡിൽ എൻ്റെ ഓഫീസ് ഇരിക്കുന്ന പാരീസിലാണ്. ഈ പാരീസിൻ്റെ മുന്നിൽ വെച്ച് ഒരു ഓട്ടോ ഡ്രൈവറെ വെട്ടിക്കൊല്ലുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവർ പരിധി വരുമ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ സേഫ് ആണ്ടാനുള്ള ഒരു സാധാരണ പ്രവർത്തകനാണ്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല, മാറിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ പാരീസ് ലോഡ്ജിൻ്റെ മുന്നിലൂടെ പോകുന്ന റോഡിൽ വെച്ചിട്ട് ഇവൻ എവിടെയോ ട്രിപ്പ് പോയിട്ട് വരുന്നു. ഇവനെ തടഞ്ഞിട്ട് ഇവന് വെട്ടി അവിടെ ഇട്ട് പോയിട്ടു. ആ 6 പേര് 6 പേര് അതിൻ്റെ തുടർച്ചയായിട്ട് കൊല്ലപ്പെടുന്നു. അവിടെ ഒരു ടാക്സി ഡ്രൈവർ സുധീർ ബാബു, ആ പേര് കറക്റ്റ് ഓർമ്മയുണ്ട്, കൊളശ്ശേരി കാവുമ്പാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് സ്കൂൾ കുട്ടികളായിട്ട് വരുമ്പോൾ, കുട്ടികളെ കണ്ണൂരിലൊരു വിദ്യാലയത്തിലെ കുട്ടികളായിട്ട് വരുമ്പോൾ ഈ സുധീർ ബാബുൻ എന്ന ടാക്സി ഡ്രൈവർ അവിടെ വെച്ച് വെട്ടിക്കൊല്ലുന്നുണ്ട്. CPM അനുഭാവിയാണ് ഇദ്ദേഹം. അനുഭാവി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി വെട്ടിയിട്ട് വേറൊരു പറമ്പിലേക്ക് എറിഞ്ഞായിരുന്നു. അന്ന് കൈപ്പത്തി ഇല്ലാത്ത മൃതദേഹം കിട്ടുന്നത്. പിറ്റേന്നാണ് കൈപ്പത്തി കിട്ടുന്നത്. അങ്ങനെ ആ കേസിൽ സുമേഷിനെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് അന്ന് ഈ പാർട്ടി ലിസ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. കടുത്ത സമ്മർദ്ദമുണ്ട്. അന്ന് ഒരു DYSP, അദ്ദേഹത്തിൻ്റെ പേര് പറയണ്ട, അതൊക്കെ സർവീസിന് പോയി എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഇദ്ദേഹത്തിൽ കടുത്ത സമ്മർദ്ദം വന്നു. അപ്പോൾ ഇദ്ദേഹം കേസ് കറക്റ്റ് അന്വേഷിക്കുന്ന ആളാണ്. ഈ ഉദ്യോഗസ്ഥൻ പഴയ DYFIയുടെ ബ്ലോക്ക് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ്. പക്ഷേ അന്വേഷണ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അങ്ങനെ ഇയാൾ അന്വേഷിച്ചപ്പോൾ ഈ സുമേഷ് അന്ന് ഏതോ ഒരു മംഗല നിശ്ചയം നടക്കുന്ന സ്ഥലത്താണ് പറ്റുള്ളത്. ഇവൻ ആ ഓപ്പറേഷനിലില്ല. അയാൾക്ക് 100% ബോധ്യമുണ്ട്. പക്ഷെ വേറെ ഓപ്പറേഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. ഒത്തിരി ഓപ്പറേഷൻ പങ്കെടുത്ത ആളെന്നൊക്കെ നാട്ടുകാരിങ്ങനെ പറയും. ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റാണ്, എൻ്റെ സുഹൃത്താണ്. അങ്ങനെ ഇവനെ സുമേഷിനെ പ്രതിയാക്കണം എന്നുള്ള സമ്മർദ്ദം വഴങ്ങിയില്ല ഇയാൾ. അന്ന് ഇയാൾ വഴങ്ങിയിരുന്നുവെങ്കിൽ സുമേഷ് 302 പ്രതിയാവും ജയിലിലായിരിക്കും. അയാൾ കൊല്ലപ്പെടുകയില്ല. അയാൾക്ക് നേരെ വധശ്രമമുണ്ട്. അയാൾക്കിപ്പോൾ കൈയില്ല. കൈ ഇങ്ങനെ തുണി കെട്ടിയിട്ടാണ് സുമേഷ് എന്ന BJPയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നടക്കുന്നത്. അപ്പോൾ ഈ സുമേഷിനെ അന്ന് പ്രതിയാക്കിയിരുന്നുവെങ്കിൽ, അപ്പോൾ ഞാൻ ഈ ഉദ്യോഗസ്ഥനോട് ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ കാരണം എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, താങ്കൾ കാരണമാണ് 5-6 പേര് കൊല്ലപ്പെട്ടത്. താങ്കൾ എന്നവനെ പ്രതിയാക്കിയിരുന്നുവെങ്കിൽ അവനും കൈയും കാലും കണ്ണൊന്നും പോകില്ലായിരുന്നു. അവന് ഇപ്പം സുമേഷ് വർത്താനം പറഞ്ഞ കണ്ണിൻ്റെ ഇതുണ്ടല്ലോ, എന്തായാലും പറയാ, ഇതിന് പുരിക അടക്കമുള്ള കണ്ണിന് ഇതിങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഈ മുഖം ഇങ്ങനെ വെട്ടിപ്പിളർന്നു. ഇത് സുമേഷിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതിലും മൃഗീയമായ അക്രമത്തിനിരയായ CPM പ്രവർത്തകർ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മരിച്ചുപോയി, കാന്തലോട്ട് ശശി എന്നാ പറയുക. ഈ ശശിയുടെ നെഞ്ചിങ്ങനെ പിളർന്നിട്ടാണ്. ശശി ഷർട്ടിങ്ങനെ മാറ്റിക്കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ശശിയും പോലീസ് സെഷഫൊക്കെ ആ കാലത്ത്, പിണറായി പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് പിണറായിയുടെ കൂടെ ഉണ്ടായിരുന്ന CP കുഞ്ഞിരാമൻ എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകളുണ്ട്. അങ്ങനെ ഇരുപക്ഷത്തും ഇങ്ങനെ വെട്ടേറ്റ കുറേ മനുഷ്യരുണ്ട്. ഈ സംഭവത്തിൽ അങ്ങനെ ഈ കൊലപാതകങ്ങൾ നടക്കും. ഇങ്ങനെ കുറേ സംഭവങ്ങൾ. പണ്ടൊന്നും യഥാർത്ഥ പ്രതികളല്ലല്ലോ ഒരിക്കലും പലപ്പോഴും കൊലക്കേസിൽ പ്രതികളാകുക. അവരൊരിക്കലും ചിത്രത്തിലുണ്ടാവില്ല. ഓപ്പറേഷൻ നടന്നാൽ ആ ടീം ഇരുകൂട്ടർ സേഫാക്കും. പിന്നെ ഇവർ കൊടുക്കുന്ന ലിസ്റ്റ് അന്നത്തെ പോലീസുകാർ ഒരു ലിസ്റ്റാക്കും. ലിസ്റ്റാക്കിയിട്ട് അപ്പാട് പ്രതികളെ പിടിക്കും. പ്രതികളെ ഇവർ തന്നെ കൊടുക്കും. എന്ന സ്ഥലത്ത് വന്ന് പിടിച്ചോ എന്ന് പറയും. അതിനൊക്കെ മാറ്റം വരുത്തിയത് സത്യത്തിൽ വിൻസൻ M. പോളും അതുപോലെ തന്നെ മനോജ് എബ്രഹാം, അനൂപ് കുരുവിള ജോൺ, ഇപ്പൊ റോലുള്ള ഇങ്ങനെ കുറേ കഥാപാത്രങ്ങൾ വന്നതിന് ശേഷമാണ് ഈ യഥാർത്ഥ പ്രതികളെ. എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഈ ഇരിട്ടിയിലൊരു കൊലപാതകം നടക്കുന്നു. അപ്പോൾ മനോജ് എബ്രഹാം സാറാണ് SP. ഇരിട്ടി CI അന്നൊരു പ്രിൻസ്, അവിടുത്തെ ഏരിയ സെക്രട്ടറി അടക്കം കൊലപാതകം നടന്ന ആ പ്രദേശത്ത് കൂടി ഇന്ന ഏരിയ സെക്രട്ടറി അടക്കം മുഴുവൻ ഒരു പ്രായമുള്ള ശ്രീധരേട്ടനാണ് എൻ്റെ ഓർമ്മ. അവിടെ അടക്കമുള്ള മുഴുവൻ ആളെയും കൊടുത്ത് അപ്പാട് ലോക്കപ്പ് ചെയ്തു. അങ്ങനെയാണ് ഏരിയ സെക്രട്ടറിമാരൊക്കെ പ്രതികളാകാൻ തുടങ്ങിയത്. പിന്നെ ഈ പ്രിൻസ് തന്നെ ന്യൂമാഹിയിൽ ഒരു ഇരട്ട കൊലപാതകം നടന്നു, ഡബിൾ മർഡർ. ഇപ്പം അതിൻ്റെ വിധി വന്നു. അതിനകത്ത് പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടു. പക്ഷെ അതിനകത്ത് FIRൽ പ്രതി ഇറക്കപ്പെട്ട എല്ലാവരും നിരപരാധികളായിരുന്നു. അത് മുഴുവൻ ഗിവണപ്പ് ചെയ്തിട്ട് പുതിയ പ്രതികളെ ആക്കിയിട്ടൊക്കെയാണ്. പക്ഷെ കേസ് വിട്ടുപോയി. ഇപ്പോൾ ഈ അടുത്ത നാളിലാണ് പ്രതികളെ വെറുതെ വിട്ടത്. അന്നിങ്ങനെ ഈ ഇത്തരം സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ നവാസ് ഭായി എന്നെ ഫീൽഡിൽ ഇരുന്നിട്ട് നമുക്ക് വാർത്തകൾ വിളിച്ചു പറയാനുള്ള മൊബൈലൊന്നും ഇല്ലാത്തൊരു കാലത്താണ് നമ്മുടെ ഓർമ്മയിലുള്ളത്.
അപ്പം അങ്ങനെയുള്ള അനുഭവത്തിൽ പെട്ടെന്നൊരു സംഭവം ഉണ്ടാവും, ആ ഇൻസിഡന്റ് ഉള്ള ലൊക്കേഷനിലേക്ക് തന്നെ പോകണം. ഇപ്പോഴത്തെ കാലത്തെ പോലെ ഫോൺ വിളിച്ചെടുക്കുന്ന പരിപാടിയൊക്കെ കുറവാണ്, റിപ്പോർട്ടർമാർ നേരിട്ട് പോകണം. ഇപ്പോൾ നവാസിനെ മിക്കവാറും ഫീൽഡിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, എന്നിട്ട് ഈ വാർത്ത തരാനുള്ള സംവിധാനമുള്ള അടുത്തേക്ക് ഓടി വരും. അന്ന് ഈ സംഘർഷ മേഖലയിലേക്ക് പോകുമ്പോൾ ഉള്ള അനുഭവങ്ങൾ എങ്ങനെയാ? അതിൽ ഏറ്റവും രസകരമായൊരു സംഭവമുണ്ട്. OK വാസു ഇല്ല, ഇന്നത്തെ മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ, അദ്ദേഹത്തിന്റെ വീട് ആക്രമിച്ചു രാത്രി. അപ്പോൾ ബ്യൂറോ ചീഫ് M റോയ് വിളിച്ചു പറഞ്ഞു ഫോട്ടോ എടുക്കണം. അന്ന് നമ്മളെല്ലാം പോയി ഫോട്ടോ എടുക്കണമല്ലോ. ഞാനും SK മോനും കൂടി നമ്മുടെ ഒരു പഴയ ജീപ്പാണ് മഹീന്ദ്രയുടെ, ഈ ജീപ്പ് എടുത്തിട്ട് ഈ പറയുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ റോഡില്ല, കർഫ്യൂ ആണ്. അങ്ങനെ ഈ ജീപ്പിൽ ഇങ്ങനെ പോയി അവിടെ ചെന്നു. OK വാസു പക്ഷേ വീട് കണ്ടുപിടിക്കാൻ തന്നെ വല്ലാണ്ട് പാടുപെട്ടു. അങ്ങനെ പോലീസുകാരപ്പോൾ വീട് മുഴുവൻ അടിച്ചു തകർത്തിരിക്കുന്നു, കുറേ വീട് തകർത്തിട്ടുണ്ട്, വീടിൻ്റെ ഉപകരണങ്ങളൊക്കെ കണ്ടിലിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്, എല്ലാം കൊണ്ടുപോയിടും. അങ്ങനെ ഈ ഫോട്ടോ എല്ലാം എടുത്ത് നമ്മൾ മടങ്ങി വരിക. അപ്പോൾ പാറാട്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞനന്തൻ്റെ നാട്, മരിച്ചുപോയ കുഞ്ഞനന്തൻ്റെ നാട് എത്താറെ. ഇപ്പോൾ ഈ ജീപ്പ് നിൽക്കുകയാണ്. രാത്രി 1 മണിയായേ, 4 മണിക്കാണ് ദീപിക പ്രിൻറ്റിങ്. ഈ ഫോട്ടോ എത്തിയിട്ട് വേണമെങ്കിൽ 1 മണിയായി. ജീപ്പ് അങ്ങ് നിന്നു. ജീപ്പ് നമുക്ക് കേടായതാന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി നമ്മൾ തള്ളാനെല്ലാം നോക്കുക. 4 മണി ടൗൺ എഡിഷൻ, ലാസ്റ്റ് എഡിഷൻ ഒരു 3 മണിക്കെങ്കിലും എത്തണം. അന്ന് 3 മണിക്ക് എടുത്താലും പത്രം പോകും. ഫസ്റ്റ് എഡിഷൻ കർണാടക എഡിഷൻ അടിച്ചാൽ അന്ന് ദീപിക മോർണിംഗ് ഡെയിലി നല്ല സർക്കുലേഷനുള്ള കാലമാണ്. ഫുൾ ഒരു ഡെസ്കിൽ തന്നെ 1 ഡസൻ ആളുള്ള കാലമാണ്, ഓരോ പേജിന് ഓരോ ആളുള്ള കാലം. ഇന്ന് ആകെ എല്ലാം കൂടി ഒരാളെ ഉണ്ട്. അങ്ങനെ ഈ വണ്ടി നിന്നപ്പോൾ നമ്മൾ ഇറങ്ങി തള്ളണ്ടി വരും എന്നുള്ള നിലക്ക്. അപ്പോൾ വെറുതെ SK ചോദിച്ചടാ നീ എണ്ണ അടിച്ചായിരുന്നു? എനിക്ക് എണ്ണയുടെ കഥ സാർ ബേജാറ് കൊണ്ട് മറന്നുപോയി, എണ്ണ തീർന്നിരിക്കുകയാണ്. നടു റോഡ്, ബോംബ് പൊട്ടുന്നുണ്ട്, ഒരു മനുഷ്യൻ റോഡിൽ. അന്ന് സ്ട്രീറ്റ് ലൈറ്റുകളൊന്നുമില്ല ആ കാലത്ത്, പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. ഓരോ വീട്ടിലും കയറി ബെല്ലടിക്കും, ഒരാളും എടുക്കില്ല, തുറക്കില്ല. 3ാമത്തെ വീട് ഒരു 2 നില കെട്ട്, അതിപ്പോഴും എനിക്ക് നല്ല ഓർമ്മയാണ്. ബെല്ലടിച്ചു, ആരും വരുന്നില്ല. തിരിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ ജനൽ കുറച്ച് തുറന്നതിൻ്റെ ഒരു നിഴലിങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, അക്രമികളല്ല, ജീപ്പ് നിന്ന് പോയതാണ്, നിങ്ങളൊരു ഫോൺ ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം. ഒരു 5 മിനിറ്റത്തേക്ക് ഒരു ശബ്ദവും വരുന്നില്ല, ആളവിടെ നിൽക്കുന്നുണ്ട്, മറുപടിയില്ല. ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ഫോൺ പുറത്ത് കൊണ്ടുവരണ്ട, നിങ്ങൾ ആ കേബിൾ ഒന്നേക്ക് ഏത് ഭാഗത്താണ് വെക്കുന്നത്, ഞാൻ ആ ഭാഗത്ത് നിന്ന് ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ ഒരു വണ്ടിക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ഫോണ് മെല്ലെ മുഖം പോലും കാണിക്കാതെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഞാനത് 231122, അത് പാനൂർ പോലീസ് സ്റ്റേഷൻ നമ്പർ. ഇപ്പോഴും ആ നമ്പർ തന്നെ. ഇപ്പം നമ്പർ ആഡ് ആയിട്ടുണ്ടാവും. കൊളവൂർ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ നമ്പർ 2462025. ചൊക്ലി പോലീസ് സ്റ്റേഷൻ 233322. അല്ല ഞാൻ പറയുന്നത് എല്ലാം അന്നത്തെ കാലത്ത് ഇതേ മൊബൈലില്ല, മാത്രമല്ല ഓരോ പോലീസ് SPമാരാണ്. അപ്പം ഞാൻ ഈ നമ്പറിൽ നിന്ന് 311222 വിളിച്ചു. അപ്പോൾ എൻ്റെ KR പ്രേമേന്ദ്രൻ അന്ന് SPമാരൊക്കെ ഓരോ പോലീസ് സ്റ്റേഷൻ. ഞാൻ പറഞ്ഞു ബോസേ, അപ്പോൾ എടുത്തത് ഈ പരിചയം. ഞാൻ പറഞ്ഞു ബോസേ ഇങ്ങനെ പെട്ടിട്ടാൾ ഇന്ന സ്ഥലത്താണുള്ളത്, നിങ്ങൾ ഒരു എന്തെങ്കിലും ഞാൻ ഇപ്പോൾ വണ്ടി അയക്കാന്നു. അപ്പം ലൊക്കേഷൻ കൃത്യം അന്നത്തെ പോലെ മാപ്പൊന്നും ഇട്ട് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ പോലീസ് പരിധി നമ്മളെടുത്തെത്തി. നമ്മൾ അപ്പോഴത്തേക്കും ഞങ്ങൾ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, വിഷന്നിങ്ങനെ കൊട്ടൽ കരിയുക. അപ്പോൾ SK നിങ്ങൾക്കറിയാലോ, നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്, അറിയാലോ. അപ്പോൾ എടാ വിശക്കുന്നടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് KP അബ്ദുള്ള, തിരുവനന്തപുരത്ത് സിന്ദൂർ റെസ്റ്റോറൻറ്റ്, അതുപോലെ MLA ഹോസ്റ്റൽ ക്യാൻറ്റീനിലാണ് നടത്തിയിരുന്ന ഒരു KP അബ്ദുള്ള, മരിച്ചു പോയത്. അദ്ദേഹം ഒരു അന്നദാതാവാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടി ഉദ്യോഗസ്ഥരും. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി നേരെ KP അബ്ദുള്ളയുടെ വീട്ടിലേക്ക് പോട്ടെ. പാനൂർ ബസ് സ്റ്റാൻഡ് തൊട്ട് ബാക്കിൽ അബ്ദുള്ള വീട്ടിൽ ചെല്ലുന്നു, ബെല്ലടിക്കുന്നു. KP ഒന്ന് ഓർക്കുന്നു, തൊട്ട് ബാക്കിൽ ജമീൽത്ത, അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഞാൻ ജമീൽത്ത വിശക്കുന്നതെന്ന്. അങ്ങനെ ദോശയും ഓംപ്ലേറ്റും ഉണ്ടാക്കി തന്ന് പോകുന്ന. അതുപോലെ തന്നെ ഒരിക്കൽ സെൻട്രൽ പോയിൽ പറഞ്ഞ സ്ഥലത്തൊരു ബസ്, പോലീസ് ബസ് കത്തിച്ച സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുക. 2 വണ്ടി പത്രപ്രവർത്തകരുണ്ട്. അപ്പോൾ വണ്ടി ഇങ്ങനെ ഒരു വളവ് കയറി ഇങ്ങനെ തിരിയുമ്പോൾ പോലീസ് ഇങ്ങനെ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ അക്രമികൾ വീണ്ടും വരുന്നു എന്ന നിലക്കാണ് പോലീസുള്ളത്. എനിക്ക് തിരുവനന്തപുരംകാരനായ SP ആയിട്ട് പെട്ടെന്ന് മരിച്ചു, ഭക്ഷണം കഴിക്കുന്നതിന് മരിച്ചു ഒരു ഭുവനേന്ദ്രനുണ്ട്, തിരുവനന്തപുരംകാരൻ അദ്ദേഹം. ഭുവനേന്ദ്രൻ ആണ് മുന്നിൽ. ഭുവനേന്ദ്രൻ ഭയങ്കര രസികനായ ഒരു ഓഫീസറാണ്, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണ്, ഭയങ്കര സാഹസികനാണ്, ഭയങ്കര സുമുഖനാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ തൂക്ക് പിടിച്ചു, സാർ വെടിവെക്കല്ലേ സാർ, ഒരു സെക്കൻഡ് വൈകി അവർ ഷൂട്ട് ചെയ്യും. അവർ ഈ ബസ് കത്തുവാണല്ലോ, അക്രമികളാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ KT ജയകൃഷ്ണ മാഷ് കൊല്ലപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ അവിടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ
നമ്മുടെ ഹബീബ് റഹ്മാൻ എന്ന് പറഞ്ഞൊരു DYSP ഉണ്ട്, കാസർഗോഡുകാരൻ, SP ആയിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോഴത്തെ മന്ത്രി റിയാസിൻ്റെ ഉപ്പ ആണ് അന്നത്തെ SP അബ്ദുൽ ഖാർ സാർ. ഇവരൊക്കെ സ്പോട്ടിലുണ്ട്. അപ്പോൾ ഇത് ഇൻക്വസ്റ്റ് നടക്കുന്നതിനിടയിൽ ഹബീബ് റഹ്മാൻ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, നവാസ് ഒരാളും കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. തൊട്ടടുത്തൊരു മനോജ് എന്ന് പറഞ്ഞൊരു ഇലക്ട്രീഷ്യൻ, പേര് എന്തോ പറഞ്ഞു. അപ്പോൾ ഈ വാർത്തയിൽ എടുത്ത് തൊട്ടപ്പുറത്ത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തൊട്ടപ്പുറത്ത് ഒരു ടീച്ചറെ വീടുണ്ട്. ആ വീട്ടിൽ പോയിട്ട് വാർത്ത ഫോണിൽ കൊടുക്കുക റോയ് മാഷ്. ഇപ്പോൾ ഈ ജയകൃഷ്ണൻ കൊല്ലപ്പെട്ടപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ പാടുണ്ടോയെന്നും അറിയില്ല, പക്ഷെ പറയുമ്പോൾ തുറന്നു പറയാമല്ലോ. നമ്മൾ ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടും പിന്നെ നമ്മളറിയുന്ന ഒരു സംവിധാനവും വെച്ചിട്ട് ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുള്ള ആളുകളുടെ ജോലിസ്ഥലവും വീടിൻ്റെ പരിസരവും ഒക്കെ ചെറിയൊരു ലിങ്ക് നമ്മളെപ്പോഴും ഉണ്ടാക്കി വെക്കും. ഇന്ന് ആലോചിക്കുമ്പോഴും ഒരു തോന്നിയാസായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു കഴുകൻ കണ്ണുകൾ സത്യത്തിൽ അന്നുണ്ട്. ഇപ്പോൾ ഈ ജയകൃഷ്ണൻ മാഷെ അക്രമികൾ സ്കൂളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരാൾ, അതും ഈ രണ്ട് പ്രസ്ഥാനത്തിനും പെടാത്ത ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നവാസ് ജി മാഷ പണി തീർന്നു, മാഷ് തീർന്നു. അയാളത് പറഞ്ഞ് ഫോൺ വെച്ചു. ഞാൻ ഉടൻ തന്നെ അവിടെ ലിങ്ക് ചെയ്തെടുത്തെല്ലാം ടക്കടക്കേന്ന് വിളിച്ചു. അപ്പോൾ സംഭവം ഓപ്പറേഷൻ നടന്ന് ഇവർ പോയ വിവരം കിട്ടി. അപ്പോൾ ഫസ്റ്റ് എഡീഷനിൽ ഞാൻ കൊടുത്ത വാർത്ത KT ജയകൃഷ്ണൻ കൊല്ലപ്പെട്ടു, ഫോട്ടോ അടക്കം, ഒരു ഹിപ്പി മുടിയൊക്കെ ആയിട്ടുള്ള റോയ് മാഷാണ്. റോയ് നിങ്ങൾക്കറിയാലോ, നമ്മുടെ എല്ലാം ഗുരുവാണ് റോയ് മാഷ്. അന്നേരം വാർത്ത എഴുതിയെടുത്തു, റോയ് മാഷ് തന്നെ എഴുതിയെടുത്തു ഫസ്റ്റ് എഡീഷനിൽ വാർത്ത. അപ്പം ഞാൻ ആ വാർത്തയിൽ എൻ്റെ ഒരു ബോധം വെച്ചിട്ട് ഞാൻ കൊടുക്കുകയാണ്, അക്രമികളെ കണ്ട് മാഷ് ഓടുന്നു, സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തും. ഇതാണ് സംഭവിച്ചത് എന്ന് വെച്ച് ഞാൻ വാർത്ത കൊടുക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത് ക്ലാസ് റൂമിലാണ്. പിന്നെ ആ കുട്ടികളെ കൗൺസിലിംഗ് നടത്തിയ കുട്ടികൾ ആ വിവരങ്ങൾ തൊട്ടടുത്ത റൂമിൽ പോയി, തൊട്ടടുത്ത് ഒരു ടീച്ചറെ വീട്ടിൽ പോയി വാർത്തയെല്ലാം കൊടുത്തു, കുട്ടികളെക്കുറിച്ച് അന്വേഷിച്ചു. ആ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രണ്ടാമത്തെ കൊല. അങ്ങനെ ഞങ്ങളിങ്ങനെ പോവുക അടുത്ത സ്ഥലത്ത് എല്ലാം ഉള്ളു. അപ്പോൾ SP പറഞ്ഞു, നിങ്ങൾ ഒറ്റക്ക് പോകണ്ട, ഒരു പോലീസുകാരെ കൂട്ടിക്കുക. അപ്പോൾ എൻ്റെ CI വത്സൻ അദ്ദേഹം മുന്നിൽ പോകുന്നുണ്ട്, ഞങ്ങൾ ബാക്കിൽ പോകും. കുറേ കഴിഞ്ഞ് വത്സനങ്ങ് മൂവ് ചെയ്ത് നമ്മളിങ്ങനെ പുറകെ പോകുന്നത്. ആ സെക്കൻഡിൽ ഒരു കാറ് റോഡിൽ മറിച്ചിട്ട് തീ കൊളുത്തിട്ടുണ്ട്. അവിടെ നമ്മളെ വണ്ടി ഇറങ്ങി. പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ഇപ്പോൾ പ്രായമുള്ള പെണ്ണുങ്ങൾ വന്നു, നല്ല പ്രായം മക്കളെ, നിങ്ങളിവിടെ നിൽക്കേണ്ട പോട്, ഈ ഓറാടം സ്കൂളിൽ ഓർ ഇരിക്കുന്നുണ്ട്, ഓർ നിങ്ങളെ കണ്ട നിങ്ങളെ കൊന്നോളി. നമ്മൾ പറഞ്ഞു, ഓർക്കെന്ത് പത്രക്കാർ, പ്രായമുള്ളവണ് ഓർക്കെന്ത് പത്രക്കാർ, മക്കളെ നിങ്ങൾ പോട്, നിങ്ങളിവിടെ നിൽക്കല്. അങ്ങനെ ഈ വണ്ടി ഈ കത്തിക്കുന്നതിൻ്റെ സൈഡിലൂടെ എടുത്ത് നമ്മൾ പോകാം. അപ്പോൾ വണ്ടി ഓടി, അത് വേറൊരു ഭയങ്കര ഒരു വിറ്റുണ്ട് അതിനകത്ത്. അയാളെ ഇങ്ങനെ കയറി നമ്മൾ ഈ വാർത്തയിലെടുത്ത് നമ്മൾ ഓഫീസിൻ്റെ താഴെ എന്നെ ഇറക്കാൻ നിർത്തി, വണ്ടി കയറ്റിയുടെ സൈഡിൽ നിർത്തി. അവിടെ തന്നെ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആൾ അന്നേരം നമ്മൾ ഒരു പ്രായമുള്ള ആളാണ്, അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഈ വണ്ടി ആരാ ഓടിക്കുന്നൊന്നും നമ്മുടെ ചിന്തയിൽ അന്നേരം ഇല്ല. ഇയാൾ ഇറങ്ങി വന്നിട്ട് കൈ ഇങ്ങനെ കൂപ്പിട്ട് ഒരൊറ്റ കരച്ചില്ല, പൊട്ടിക്കരയാണ്, നിങ്ങൾ എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. അപ്പോൾ ഈ കമ്പനി വണ്ടി ഇല്ലാത്തതുകൊണ്ട് SK ബാഗും തൂക്കി പിടിച്ചിട്ട് ടാക്സി സ്റ്റാൻഡിലേക്ക് ഓടി വന്നിട്ട് കാറി കയറി പെട്ടെന്ന് പോടുന്നു പറഞ്ഞു. ഇയാൾ വിചാരിച്ചത് കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഇയാൾ പറയും, എനിക്ക് 2-3 പെൺകുട്ടികളാണ്. കരച്ചിൽ ഇയാൾ. ഇതാണ്. അപ്പോൾ ഈ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റിപ്പോർട്ടിങ്ങിന് പോയാൽ ഒരു കൊലപാതകം കഴിഞ്ഞാൽ അടുത്ത കൊലപാതകം, അപ്പോൾ ഈ കടകൾ കത്തിക്കുക, വീട് ആക്രമിക്കുക, ഇങ്ങനെ ഓരോ സംഭവങ്ങളും. ഇപ്പം P ജയരാട്ടനെ വീട്ടിൽ കയറിയിട്ടാണല്ലോ ഇത് കൊല്ലുന്നത്. ജയരാട്ടൻ്റെ അന്ന് താമസിക്കുന്നത് കിഴക്കേ കതിരൂര. അപ്പോൾ ജയരാട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു മടത്തിക്കുന്നുമ്മ സുരേന്ദ്രൻ കൊല്ലപ്പെട്ടായിരുന്നു. അന്ന് ആ കൊല്ലപ്പെട്ടപ്പോൾ അവിടെ ഞാൻ പോയി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജയരാട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ജയരാട്ടനാണെന്ന് ഫോട്ടോയിൽ സംഘടിപ്പിച്ചു തന്നു P ജയരാട്ടൻ. ആ വീട്ടിൽ വെച്ചിട്ടാണ് ജയരാട്ടൻ അക്രമികൾ വെട്ടി കഷ്ണാക്കുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ട, ഒരു ചൂരൽ കസേര കൊണ്ടാണ് മൂപ്പറ ജീവിതം തിരിച്ചിട്ടത്. മരിച്ചു വിചാരിച്ച അക്രമികൾ പോകുന്നത് ഈ കക്കൂസിൻ്റെ ക്ലോസറ്റിലടക്കം ചോരയാണ്. അപ്പോൾ ഈ വാഷ് ബേസിൻ്റെ അടിയിൽ ഒരു ചെറിയ പീസ് കിടക്കുന്നുണ്ട്, ഒരു ഇറച്ചി കഷ്ണം പോലെ. നമ്മൾ ചൂണ്ടിയിട്ട് അന്നത്തെ അവിടുത്തെ SI ദേവരാജനോട് പറഞ്ഞു, ഒരു പീസ് എന്തോ അവിടെ കിടക്കുന്നതെന്ന്. അദ്ദേഹം അത് എടുക്കുന്നത് ഈ P ജയരാട്ടനെ കൊണ്ടുവരുന്നത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലാണ് വെട്ടായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ വരുമ്പം അപ്പോഴത്തേക്ക് കൈ വേറൊരു ബോക്സിലിട്ടിട്ട് കൈയും എത്തിച്ചു. അങ്ങനെ മൂപ്പറെ ആംബുലൻസിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാം. എനിക്ക് തോന്നുന്നു EK നായനാര മുഖ്യമന്ത്രി എന്നാണ് എൻ്റെ ഓർമ്മ, ഇടതുപക്ഷം ഭരിക്കുന്ന സമയം. അന്ന് ഹൈവേ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നടിഞ്ഞൊരു ഹൈവേ ആണ്. ഒരു 12 മണിക്കൂറൊക്കെ എത്തും എറണാകുളത്തിന്, 10 മണിക്കൂർ മിനിമം എടുക്കും. ഈ ഹൈവേ മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ട്
5 മണിക്കൂറുണ്ട് അത് ശരി. എറണാകുളം. അപ്പോൾ ഈ ആംബുലൻസിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ നാരായണൻ, അന്നത്തെ മരിച്ചുപോയി റബ്കോയുടെ ചെയർമാനായിരുന്ന സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ നാരായണനാണ് ഈ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത്. നാരായണൻ, ഞാൻ, അതിൻ്റെ ജനറൽ മാനേജർ ഹരിദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ചുറ്റും നിൽക്കുക. ആംബുലൻസ് മുപ്പര് വർത്താനം പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തില്ലേ ജയരാട്ടൻ. അങ്ങനെ ആ കൊണ്ടുപോക്കുണ്ടല്ലോ, ആത്മധൈര്യം, ഈ ആ ഒരു കരുത്തുള്ളത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാളുടെ ആ ഒരു ഉറപ്പാണല്ലേ, പച്ചയായ മനുഷ്യൻ. എനിക്കൊക്കെ വ്യക്തിപരമായി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെയൊക്കെ ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കൊണ്ട് വാരി തിന്നാൻ പറ്റൂല്ലോ. ഈ കൈ എടുത്ത് വെച്ചിട്ട് അദ്ദേഹം പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ മകൻ്റെ കല്യാണത്തിന് അദ്ദേഹവും ഭാര്യയും അഭിനയിച്ചൊക്കെ വന്നിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അന്ന് കൂടെ അദ്ദേഹം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, എവിടെ പോയാലും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു മനുഷ്യനാണ് പി ജയരാജൻ. ഇപ്പോൾ കല്യാണത്തിന് വന്നിട്ട് ഏറ്റവും കൂടുതൽ സെൽഫി ആളുകൾ എടുത്തത് പി ജയരാജനോടൊപ്പം. ഏറ്റവും കൂടുതൽ ഒത്തിരി നേതാക്കളും എല്ലാം കല്യാണത്തിന് വന്നിട്ട്, പക്ഷേ പി ജയരാജൻ ഒരു ആവേശമാണ്. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ ഒരു സാധനം, ചങ്കുറപ്പ്, ആത്മധൈര്യം ഒന്നുകൊണ്ട് മാത്രം. ഈ നഷ്ടപ്പെടുത്തിയ കുറേ, നമ്മൾ ഈ കൊലപാതകത്തിന്റെ തുടർച്ചയായി നഷ്ടപ്പെട്ടു പോയ കുറേ വ്യക്തിത്വങ്ങൾ, ഒരുപക്ഷെ ഭാവിയിൽ വലിയ നിക്ഷേപമാകാവുന്ന, ഇപ്പോൾ കെ വി സുധീഷിന്റെ ഒക്കെ കൊലപാതകം ഏറ്റവും അടുത്തിട്ട് പ്രതീക്ഷയുണ്ടായിരുന്ന ഒരാളാണ്. ഈ സുധീഷ് എന്ന് പറഞ്ഞ ഒരിക്കലും കൊല്ലപ്പെടേണ്ട ഒരു ലിസ്റ്റിലുള്ള ഒരാളല്ല, വിദ്യാർത്ഥി നേതാവാണ്. അപ്പൊ ഇപ്പോഴത്തെ MP ഉണ്ടല്ലോ സദാനന്ദൻ മാസ്റ്റർ ഉരുവച്ചാൽ ടൗണിൽ വെച്ച് വെട്ടുകയാണ്, കാല് വെട്ടിയിട്ട് ഓവുചാലിൽ എറിയാണ്. അപ്പോൾ ആ വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് കൗണ്ടറിന് വേണ്ടിയിട്ട് ക്രിമിനൽസ് എല്ലാവരും, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ എല്ലാ വീടുകളിലും ഇവർ പോയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു കേട്ട അറിവാണ്. ഇവരുടെ ഇടയിൽ നിന്ന് ഞാനിത് കണ്ടിട്ടൊന്നുമില്ലല്ലോ. എല്ലായിടത്തും പോയിട്ട് കിട്ടുന്നില്ല, ഒരാളെ കിട്ടുന്നില്ല. അപ്പോൾ ഈ സുധീഷിൻ്റെ ഒരു പ്രത്യേകത എല്ലാം മംഗലപ്പുറക്കും ഉണ്ടാവും. നമ്മളെ കേട്ട് അന്ന് ഞാൻ കൂത്തുപറമ്പ് കണ്ടകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം കൂത്തുപറമ്പിൽ ഒരു വൈദ്യര പീടിയുണ്ട്. പത്രക്കാരും രാഷ്ട്രീയക്കാരെല്ലാം വന്ന് കൂടുന്നൊരു കേന്ദ്രം. നമ്മളവിടെ വരും, ആ വൈദ്യര പീടിയിൽ വരും, സുധീഷും അവിടെ ഉണ്ടാവും. ആ സമയത്ത് കണ്ണൂരിൽ നമ്മളൊക്കെ വളരെ സജീവമായതുകൊണ്ട് കണ്ണൂരിൽ നിന്നും നമ്മൾ കാണും. നല്ല സൗഹൃദമുള്ള ഒരുത്തനാണ്. അപ്പോൾ അവൻ ഒരു നിലക്കും കൊല്ലപ്പെടില്ലല്ലോ, കാരണം വിദ്യാർത്ഥി നേതാവ്, നല്ലൊരു ചെറുപ്പക്കാരൻ. മാത്രമല്ല ഈ തൊക്കിലം കാണുന്ന RSS കേന്ദ്രത്തിലാണ് ഇവൻ താമസിക്കുന്നത്. അന്നത്ര വലിയ RSS കേന്ദ്രമല്ല. ഇവനെ വീട്ടിൽ കയറി, ഇവന് ഒരു മംഗലത്തിന് പോയി വന്നിട്ട് വീട്ടിൽ കയറിയിട്ട് ഇവനെ വീട്ടിലിട്ടിട്ട് വെട്ടിക്കൊന്നിട്ട് ഈ കരച്ച അച്ഛനമ്മയില്ലേ ഉള്ളൂ, അച്ഛനമ്മയുടെ മുന്നിൽ വെച്ചാണ് ഇവനെ 37 കഷ്ണാക്കുന്നത്. മൃതദേഹത്തിൽ 37 മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഇവനെ വെട്ടിക്കൂടി ബഹളം കേട്ടിട്ട് പിന്നീട് തലശ്ശേരി കൂത്തുപറമ്പ് മുനിസിപ്പൽ ചെയർമാനായ മാലിനിയേച്ചിയുടെ മകൻ ദീപേഷ്, പിന്നെ സിനിമ സംവിധായകനായി വലിയ നിലയിലേക്കൊക്കെ അന്നവന് 10-13 വയസ്സേ ഉള്ളൂ. അച്ഛനും അമ്മയും ഇവരിൽ ഓടി വരുന്നു. അക്രമികൾ ഇവരെ ഓപ്പറേഷൻ പൂർത്തിയാക്കുന്നു. തൊട്ടയൽവക്ക ഈ മാലിനേച്ചി അവൻ്റെ അമ്മ കൂത്തുപറമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സണൊക്കെ ആയിരുന്ന അവരോട് ഓടിയെത്തുമ്പോൾ അക്രമികൾ അവർ ഓപ്പറേഷൻ കഴിഞ്ഞ് പോവാണ്. വീടിൻ്റെ അന്നത്തെ വീട് ചെറിയ ഓടിട്ട വീടാണല്ലോ. അപ്പോൾ ഈ വീടിന് ഉണ്ടാകുന്നതെല്ലാം ഈ ചെറിയ തുണി, അന്ന് വാതിലുകളൊന്നും ഇല്ലല്ലോ, പഴയ തുണി ഇങ്ങനെ ഒരു കയറില്, പ്ലാസ്റ്റിക് കയറിൽ, കർട്ടനൊന്നും ഇല്ലല്ലോ, പ്ലാസ്റ്റിക് കയർ ഇങ്ങനെ കെട്ടും, എന്നിട്ട് ഈ തുണി ഇങ്ങനെ ഇട്ടുണ്ട്. ഇവൻ ഈ തുണി അതിൻ്റെ ഇടയ്ക്ക് ഇവൻ ചെന്നപ്പോൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടു നടക്കും. ഇവൻ നേരെ തൊട്ട് ഒരപ്പുറം ക്രിസ്തുരാജ ആശുപത്രി കൂത്തുപറമ്പിൽ ഇവൻ്റെ വീടിൻ്റെ ഓടിച്ചെന്നു. അവിടെ ചെന്നു ഡിസ്റ്റോടിന് ഒരാളുടെ പരിക്കേറ്റിട്ട് ആശുപത്രി കൊണ്ട് ഇവിടെ ആംബുലൻസ് ഉണ്ട്, പക്ഷേ ഡ്രൈവർ ഇല്ല. അപ്പോൾ ഡ്രൈവർ എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു. ഡ്രൈവർ കിടക്കുന്ന സ്ഥലം പറഞ്ഞു. ഇവൻ അവിടെ എത്തിയിട്ട് ഇവൻ പറഞ്ഞത് ചോര ഛർദ്ദിക്കുന്നു, അവിടെ എന്തോ ഒരു കാരണം പറഞ്ഞു. ഈ സംഭവം പറഞ്ഞില്ല, കാരണം പറഞ്ഞാൽ വന്നില്ലെങ്കിലും എന്ന് വിചാരിച്ചു. അവന് ചെറിയ ബുദ്ധിയാണ്, അതുകൊണ്ടാവും സംവിധാനം ഭയങ്കര ബുദ്ധിയാണ്. അവൻ ഈ ഡ്രൈവറെ കൂട്ടിയിട്ട് വന്നു. ഡ്രൈവറെ കൂട്ടി കൊണ്ടുവരുന്നതിനിടയിൽ ഇവൻ ഓടിപ്പോയി തൊട്ടടുത്ത ഒരാളെ കൂട്ടിയിട്ട് ഈ കർട്ടൻ വലിച്ചു പറിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടി. കർട്ടൻ വലിച്ചു പറിച്ചിട്ട് നിവർത്തിയിട്ടിട്ട് ഇത് മുഴുവൻ കോരി അതിനകത്ത് ഇടുകയാണ്. കോരി എടുത്ത് പിടിക്കാൻ നേരത്തെ ഈ കൂടെ ഉണ്ടായിരുന്ന ആൾ ബോധം കെട്ട് പോയി. അയാൾ കാരണം ഇത് കഷ്ണം ഒരു മനുഷ്യ മൃതദേഹമല്ലേ. അത് കഴിഞ്ഞ് ഈ പറയുന്ന ആംബുലൻസ് ഡ്രൈവറോട് ഇവൻ പറഞ്ഞു ഒന്ന് സഹായിക്കണമെന്ന്. അങ്ങനെ ആംബുലൻസ് ഡ്രൈവർ ഇവനും കൂടിയിട്ട് എടുത്ത് ബാക്കിൽ വെച്ചിട്ട്, ഇപ്പം ബാക്കിൽ ഇവൻ മാത്രമാണ് കയറിയിരിക്കുന്നത്, ഡ്രൈവറും ഉള്ളൂ, വേറെ ഒരു മനുഷ്യനില്ല. കൂത്തുപറമ്പിലേക്ക് അന്നത്തെ നമ്മുടെ റോഡുകളുടെ സ്ഥിതി അറിയാലോ, ഓരോ ഗട്ടറിൽ വീഴുമ്പോഴും ചോര ഇങ്ങനെ ചിതറി ഒഴുകും.
അപ്പോൾ ഇവൻ ഈ ബാക്കിലിരിക്കുമ്പോൾ ഇവനത് പറയുന്നുണ്ട്. ഇവൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ആ ശരി. ഞാൻ കണ്ട കാര്യങ്ങളല്ല. ഓക്കെ. ബോഡി ഇങ്ങനെ ആംബുലൻസിൽ നിന്ന് റോഡിലേക്ക് ബ്ലഡ് ഇങ്ങനെ ഓടും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തുന്നു. അപ്പം ഞാൻ എങ്ങനെ ഇത് കാണുന്നു? ഞാൻ ആദ്യമായി കണ്ട ഒരു കൊല്ലപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ്റെ നേതാവിൻ്റെ മൃതദേഹം സുധീഷിൻ്റെ മൃതദേഹം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ ദീപിക പത്രം വിതരണം ഞാൻ തന്നെ, കെട്ടെടുക്കൽ ഞാൻ തന്നെ, വാർത്ത എഴുതൽ ഞാൻ തന്നെ, എല്ലാം ഞാൻ തന്നെ. അപ്പോൾ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിന് ആണെന്ന് തോന്നുന്നു പത്രം വരുന്നത്. ടൈം അങ്ങോട്ടും മാറിപ്പോവേ. അങ്ങനെ ഞാൻ ബിഷപ്പ് ഹൗസിലാണ് താമസിക്കുന്നത്. അന്ന് ബിഷപ്പ് ഹൗസിലാണ് എൻ്റെ താമസം, അരമനയിൽ. വെള്ളോപ്പള്ളി പിതാവ് ഒഴിഞ്ഞ് വലിയമറ്റം മാർ ജോർജ് വലിയമറ്റം ആർച്ച് ബിഷപ്പായിരിക്കുന്ന കാലം. എനിക്കൊരു സൈക്കിളുണ്ട്. ഈ സൈക്കിളിൽ പഴയ ബസ് സ്റ്റാൻഡിൽ വരും. എന്നിട്ട് അവിടെ ഒരു സ്ട്രോങ് ചായ കുടിക്കും. എനിക്കിപ്പോഴും ചായ ഒരു ഭ്രാന്താണ്. ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് ഇട്ട് അംബാസഡർ കാർ ആദ്യം ഒരെണ്ണം ഹോസ്പിറ്റലിനുള്ളിലേക്ക് പോയി, രണ്ടാമത് വേറൊരെണ്ണം പോയി. ഇപ്പോൾ 2 ലൈറ്റ് ഇട്ട കാറ് വരുന്ന കണ്ടപ്പോൾ ചായ പെട്ടെന്ന് വിളിച്ചിട്ട് ഓടിച്ചെന്നാണ്. അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു 2 ഓഫീസർമാർ. ഒന്ന് KR ജ്യോതിലാലാണെന്നാണ്, അയാൾ അന്ന് ജില്ലാ കളക്ടർ. വൈ അനിൽകുമാർ SP, ആന്ധ്രാക്കാരൻ. അയാൾ ഡെപ്യൂട്ടേഷനിൽ പിന്നെ പോയി ഇത് രാജിവെച്ചു എന്നാണ് തോന്നുന്നു. ഇവർ രണ്ടുപേരുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇവരെ അറിയാം എനിക്ക്. ഞാൻ പത്രപ്രവർത്തന രംഗത്തുള്ളതുകൊണ്ട് SP-നെയും കളക്ടറെയും സബ് കളക്ടറെയും എല്ലാം അറിയാമല്ലോ. ഞാൻ ചെല്ലുമ്പം എവിടെയെന്ന് വെച്ച് ഇവർ നടക്കുന്നു, പുറകെ നേഴ്സുമാർ നടക്കുന്നു, ഇതിൻ്റെ പുറകെ ഞാനും നടക്കുന്നു. അപ്പോൾ ഒരു ഇന്നത്തെ പോലുള്ള അത്യാഹിത വിഭാഗമൊന്നും അല്ലല്ലോ. ഒരു സിമെൻറ്റ് തറ പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു മൂടിപ്പൊച്ചൊരു തുണി. അപ്പോൾ ഈ തുണി ഈ സിസ്റ്റർ ഇങ്ങനെ എടുത്തിട്ട് ഇവരെ കാണിക്കും. അപ്പോൾ ഇവരുടെ എല്ലാം ഇവർ 2 പേര് നിൽക്കുന്നു, ഇവരെ ഗൺമാന്മാർ പുറകെ ഉണ്ട്. ഇതിൻ്റെ വേറെ വലിയ ആളൊന്നുമില്ല, കാരണം പുലർച്ചെയാണല്ലോ. ഇതിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ ഈ സുധീഷിൻ്റെ മുഖത്ത് വേറെ പരിക്കൊന്നും കാര്യമായിട്ട് കാണുന്നില്ല. സുധീഷിൻ്റെ താടി കാണുന്നു, സുധീഷിനെ കാണുന്നു. ആ ഒരു രംഗമുണ്ടല്ലോ, അറിയുന്ന ആളാണല്ലോ. പിന്നെന്താ സംശയം? അതിൻ്റെ 1-2 ദിവസം മുമ്പ് വരെ വൈകുന്നേരങ്ങളിൽ ഞാൻ കാണുന്ന ഒരാള് അവൻ്റെ ബോഡി ഇങ്ങനെ കിടക്കുക. ഇപ്പം ഈ ദീപേഷ് ഈ വെട്ടേറ്റ ഇതിലൂടെ കൊണ്ടുപോയാക്കിട്ട് ഇവൻ പാർട്ടി ഓഫീസിൽ ആരെയും അറിയിക്കണമല്ലോ, പോകണമെന്നില്ലല്ലോ. പാർട്ടി ഓഫീസ് CPM ഏരിയ കമ്മിറ്റി ഓഫീസ്, CH കണാരൻ മന്ദിരം, പുതിയ ബസ് സ്റ്റാൻഡ്. ഇവൻ പോയി ബെല്ലടിക്കുന്ന, ആരെങ്കിലും തുറക്കും, ഒറ്റയടിക്കുക, തുറക്കില്ലല്ലോ അന്നത്തെ കാലത്ത്. ഇവൻ കുറേ ബെല്ലടിച്ച് മുട്ടി ഒരാൾ വന്നു മോളിൽ നല്ല നോക്കി. അന്നൊക്കെ പാർട്ടി ഓഫീസുകളിൽ എപ്പോഴും ആളുണ്ടാവും, എന്തിനും തയ്യാറായിട്ട്. എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള അക്രമങ്ങളും വരാൻ സാധ്യതയുള്ള കാലമായി വന്നു. ഇവരെ കൂട്ടിക്കൊണ്ടുവന്നു. അവസാനം കോടിയേരി ഇവരറിഞ്ഞ് കോടിയേരി എത്തി. എന്നിട്ട് തന്നെ ദീപേഷ് പറഞ്ഞത് ശരിയായ ഓർമ്മയിൽ നിന്ന് കോടിയേരിയുടെ കാറിലാണ് ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് KV സുധീഷ്. ഇത് ഇങ്ങനെയുള്ള ഇത് കടന്ന് നമ്മൾ ഒരു പ്രധാന ഘട്ടം എന്ന് പറയുന്നത് പിന്നീട് നേതാക്കളുടെ നേരെ തിരിയുന്ന ഒരു. അവിടെ ആദ്യം സാധാ പ്രവർത്തകർ. ഇപ്പൊ പന്നിന്നൂർ ചന്ദ്രൻ BJPയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അയാൾ അളിയനെ മറ്റോ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഭാര്യയായിട്ട് വരുമ്പം ആണ് ഇയാളെ വെട്ടിക്കൊല്ലുന്നത്. അതിനൊരു 2 ആഴ്ച മുമ്പ് ചൊക്ലിയിൽ RSSന്റെ പദസഞ്ചലനം നടന്നായിരുന്നു ചൊക്ലി. അപ്പോൾ ചൊക്ലിയിട്ടുള്ള കാഞ്ഞിരത്തിന് കീഴിലാണ് വേദി. അപ്പോൾ ഈ പദസഞ്ചലനത്തിൻ്റെ ഇടയിലൂടെ ആർക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബസ്സിലാണ് പോകും, ബസ്സിൽ ചെന്ന് ഇറങ്ങി. അപ്പോൾ റോയ് മാഷ്ക്ക് ഒരു തകരാറുണ്ട്, പറഞ്ഞ ഐറ്റം ഫുള്ള് കിട്ടണം, പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ടെസ്റ്റ് കിട്ടണം. അപ്പോൾ ഈ പദസഞ്ചലനം അവിടെ എത്തുന്നതിന് മുമ്പ് പ്രസംഗം തുടങ്ങും. അന്ന് ഈ പ്രസംഗിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഇവരെല്ലാം വെല്ലുവിളിക്കും. നിങ്ങൾ ഞങ്ങളുടെ വൈദ്യുതി പോസ്റ്റാണ് തകർത്തിരിക്കുന്നത്, നിങ്ങളുടെ ട്രാൻസ്ഫോമർ ഞങ്ങൾ തകർക്കും. അങ്ങനെ ആ ലെവലിലാണ് നിങ്ങൾ. എന്നാ പാടത്ത് കൂലി അല്ല, പാടത്ത് ജോലി വരമ്പത്ത് കൂലി, ഇങ്ങനെ ഭയങ്കര സൂപ്പർ ഡയലോഗുകളാണ്. അന്നത്തെ പ്രസംഗം എന്ന് പറഞ്ഞാൽ കേട്ടവൻ അന്നേരം പോയി വാളെടുത്ത് ആളെ വെട്ടിക്കൊല്ലും, ഈ 2 കൂട്ടരും. അതുകൊണ്ട് തന്നെ പ്രസംഗം ഫുൾ റിപ്പോർട്ട് ചെയ്യണം എവിടെയാണെങ്കിലും. അങ്ങനെ ഞാനിങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ പദസഞ്ചലനത്തിന് എസ്കോട്ട് ആയിട്ട് ഈ ട്രൗസറിലിട്ടിട്ട് ഈ പന്നിന് വെച്ചാൽ ഞാൻ പറഞ്ഞു, എന്നിട്ട് എന്നെ ഒന്ന് അവിടെ എത്തിക്കുക, ഞാൻ തന്നെ നീ പെട്ടെന്ന് കയറുന്നു. എന്നിട്ട് എന്നെ കൊണ്ടുപോകുന്ന പദസഞ്ചലനത്തിൻ്റെ സൈഡിലൂടെ ഒരു മനുഷ്യൻ, ഞാനിങ്ങനെ രാജാവിനെ പോലെ ഇവരെ ബാക്കിലിരുന്നിട്ട് എന്നെ അവിടെ കൊണ്ടു ഇറക്കിയിട്ട് പുള്ളി വീണ്ടും ഇതിനെ എസ്കോട്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ പന്നിന് വെച്ച് അതിൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചാൽ വെട്ടിക്കൊല്ലുന്നത്. ഇനി അതിലും ഭയങ്കര രാഷ്ട്രീയ കൊലപാതകത്തിലെ ടീം കൊട്ടേഷൻ സംഘമായി ഉണ്ടായപ്പോൾ ഒരു ദുരന്തമുണ്ട്. അതിപ്പോൾ പറയാതെ പോയിക്കൂടാ. തലശ്ശേരി ബാറിൽ, അതിപ്പോൾ അടുത്ത കാലത്ത് പ്രതികളെല്ലാം വെറുതെ വിട്ടൊരു കേസാണ്. ഒരു വത്സരാജക്കുറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു RSS നേതാവുണ്ടായിരുന്നു. ഭയങ്കര ഡൈനാമിക്കാണ്. കയ്യിൽ സ്വർണ്ണ ചെയിൻ, കണ്ണടയെല്ലാം വെച്ച് കോടതികളിൽ ഇങ്ങനെ മിന്നി നടക്കുന്ന ഒരു വക്കീൽ. ഏറ്റവും കൂടുതൽ ചെക്ക് കേസുകൾ കൈകാര്യം ചെയ്യുന്നൊരു വക്കീൽ എന്ന് പറഞ്ഞാൽ മിന്നൽ അഭിഭാഷകൻ എന്ന് വേണമെങ്കിൽ പറയാം. കോടതി അങ്ങനെയാണ് അയാൾ അറിയപ്പെടുന്നത്. ഒരു ദിവസം ഇയാളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് ഭാര്യയുടെ മുന്നിൽ വെച്ച് കൊല്ലുകയാണ്.
അടിച്ച് തലക്കെടുത്ത് കൊല്ലും. അപ്പോൾ അവര് ഈ ഭാര്യ അവരുടെ പേര് പറയുന്നില്ല, അവർ കിട്ടുന്നില്ല. അപ്പം നോർമലി അങ്ങനെ ഇവർ സാക്ഷി ഹാജരാകുന്നില്ല, സാക്ഷി അഡ്രസ് ഇല്ല, വീട്ടിലില്ല, എവിടെയില്ല. പോലീസ് പരതി തോറ്റു. പരതുക എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. പരതി തോറ്റു. അപ്പോൾ അന്നത്തെ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ലീഡർ BP ശശീന്ദ്രനാണ്. ശശിയേട്ടൻ പറഞ്ഞത് കണ്ടുപിടിച്ചു. പിന്നെ ശശിയേട്ടനും അഡ്വക്കേറ്റ് ബിനിഷ അന്നത്തെ വേറൊരു പ്രോസിക്യൂട്ടറാണ്. ഇവരടങ്ങുന്ന ഒരു ടീം ഈ വനിതയുടെ ഈ വത്സരാജ് കുറുപ്പിൻ്റെ ഭാര്യയുടെ സുഹൃത്തുക്കളെ കണ്ടെത്തും. അങ്ങനെ സുഹൃത്തുക്കളുടെ ഫോണ് ട്രേസ് ചെയ്ത് ഇവർ കർണാടകയിൽ നിന്ന് കണ്ടെത്തുന്നു. എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഘാതകരെ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ട് സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിപ്പിച്ച ലേഡിയാണ് ഈ മുങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഈ BP ശശീന്ദ്രൻ്റെയും അന്നത്തെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെല്ലാം വെച്ചിട്ട് ഇവർ ഈ മൊബൈൽ ട്രേസ് ചെയ്ത് കർണാടകയിലെ ഒരു നഗരത്തിൽ നിന്ന് ഇവരെ കണ്ടെത്തും. ഒരു വരുന്നില്ല. അവസാനം SP വഴി വാറണ്ട് പുറപ്പെടുവിച്ചു, കർണാടക DGP വഴിയൊക്കെ ആയിട്ട്. അങ്ങനെ ഇവരെ ഹാജരാക്കുക. നിങ്ങൾ ഹാജരാക്കുമ്പോൾ സാധാരണ ഈ ഇത്തരം സാക്ഷികൾ പ്രോസിക്യൂഷൻ്റെ എടുക്കുമായിരുന്നു, വരുന്നില്ല, നേരെ കോടതിയിൽ ഹാജരാകും. സാക്ഷി അവരിങ്ങനൊരു അവസാനം ഇവർ പറയുക അങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ല എന്നുള്ള നിലയ്ക്ക് ഇവർ പറയുക എന്ന് പറഞ്ഞാൽ. അപ്പം പ്രോസിക്യൂഷൻ ചോദിക്കുന്നുണ്ട്, ഒരു പട്ടി ചത്ത ബാറ് പോലും നിങ്ങൾക്കില്ലല്ലോ. അവസാനം കോടതി ചോദിക്കുന്നുണ്ട്, കോടതി പറയുന്നുണ്ട്, അല്ല നിങ്ങൾ ഇനി ഇങ്ങനൊരു ഒരാൾ മരിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? കോടതി ഓപ്പൺ കോർട്ട് ഇത് ചോദിക്കുന്ന രീതി. ആ സ്ത്രീ ബോൾഡായിട്ട് ഊറുമാറി. സ്വന്തം ഭർത്താവിനെ തങ്ങളുടെ മുന്നിലിട്ട് മൃഗീയമായി അതൊരു കൊട്ടേഷനാണ്. ഈ രാഷ്ട്രീയ കൊലപാതകം നിന്ന് വരാൻ തുടങ്ങിയപ്പോൾ ഈ രാഷ്ട്രീയ ക്രിമിനൽ സംഘങ്ങളെ കൊട്ടേഷൻ സംഘങ്ങളായി മാറി. കൊല്ലത്തുള്ള ഒരാളുടെ ഒരു സാമ്പത്തിക ഇടപാടായിട്ട് ബന്ധപ്പെട്ട് പാനൂരിൽ ഈ വക്കീൽ ഇടപെടുകയും അതിനെ തുടർന്നുള്ള മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗം അതിന് രാഷ്ട്രീയമല്ല കൊലപാതകം രാഷ്ട്രീയമല്ല അല്ല എന്ന് പറഞ്ഞാൽ ഇയാൾ രാഷ്ട്രീയക്കാരനായിരുന്നു, പക്ഷെ കൊല്ലപ്പെടുന്നത് രാഷ്ട്രീയത്തിന്റെ പേരിലല്ല. അപ്പൊ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ ഉണ്ടാവും. കുറെ ദുരന്തമുണ്ട്. ഇടപാടിൽ രാഷ്ട്രീയക്കാർ കൊല്ലപ്പെടും, അത് അല്ലാത്ത രാഷ്ട്രീയക്കാരല്ലാത്തവരും കൊല്ലപ്പെടും. ഇപ്പൊ കൊളവല്ലൂരിലെ ഒരു പച്ചിലശ്ശേരി കുഞ്ഞമ്മദ് ഹാജി, ആ പേരെനിക്ക് ഓർമ്മയാണ്, വാർത്ത കുറേ എഴുതിയില്ല. അയാളുടെ വീടിന്റെ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്ന അയാളുടെ ഡ്രൈവറോ മറ്റായിരുന്നു. വീട് പൂട്ടിയിട്ട് അവനെ കൊല്ലപ്പെടുന്നുണ്ട്. അത് കൊല്ലണമെങ്കിൽ എങ്ങനെ കൊല്ലണം? ഈ ഗ്രിൽസിന്റെ ഉള്ളിലൂടെ കത്തിയിട്ട് ഇങ്ങനെ എടുത്തോടെ കുത്തി കൊല്ലണം. രസകരമായ കേസുണ്ട്. വേറൊരു സുബൈർ എന്ന് പറഞ്ഞ ഒരുത്തന്നെ ടൗണിൽ നിന്ന് ബസ്സിന്റെ മുകളിലൂടെ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലുന്നുണ്ട്. സുബൈറിന്റെ പേരോ ഇതെല്ലാം വാർത്ത റിപ്പോർട്ട് ചെയ്ത ഓർമ്മയാണ്. അതെല്ലാം വേറെ കൊട്ടേഷനാണ്. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, ഇങ്ങനെ കൊല്ലപ്പെടുന്ന ആൾ ഇത് മറ്റ് ഇടപാടാണല്ലോ, അതിന്റെ തുടർച്ചയായിട്ട് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഇയാൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഇയാളുടെ രാഷ്ട്രീയക്കാർ ഇതൊന്നും അറിയാത്ത മറ്റേ രാഷ്ട്രീയക്കാരനെ കൊല്ലൂല. ഇപ്പൊ ഈ പറഞ്ഞ അങ്ങനെയുണ്ടാവല്ലോ. അങ്ങനെ ഒന്നും കൊല്ലൂല. ഇല്ല അല്ലേ? അതിലെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യത്തിലൊക്കെ ഭയങ്കര കണ്ണിങ്ങാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഇവര് ഇതിനകത്ത് സംഭവിക്കുക, നേതാക്കൾ കൊല്ലപ്പെട്ടാൽ, അതിന്റെ ആക്രമിക്കപ്പെട്ടാൽ അതിന്റെ കൗണ്ടർ ആയിട്ടാണ് വഴിയെ പോകുന്നതെല്ലാം കൊല്ലപ്പെടുക. കാരണം ഒരു നേതാവിനെ ഇവർ കൊല്ലാൻ തീരുമാനിച്ചിട്ട് തന്നെയാണല്ലോ കൊല്ലുക. നമുക്കറിയാലോ. ഇനിയിപ്പം എന്തറിയില്ല എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട ആൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്ലാൻഡ് ആയിരിക്കും. അങ്ങനെ കൊല്ലപ്പെടുമ്പോൾ കൊല്ലപ്പെടാൻ സാധ്യതയുള്ള പ്രധാന പ്രവർത്തകരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സേഫ് ആയിരിക്കും. ഇതൊന്നും അറിയാതെ ഓട്ടോ ഷോ ഓടിക്കുന്നവനും തെങ്ങി കയറുന്ന പാവപ്പെട്ടവനും ഒക്കെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ഇതൊന്നും അറിയാതെ റോഡിലേക്ക് ഇറങ്ങും. അത് പൊയിലൂരിൽ ഒരു കുഞ്ഞിരാമേട്ടൻ കൊല്ലപ്പെട്ടായിരുന്നു. ഞാൻ ആ സ്പോട്ടിൽ പോയിട്ടുണ്ട്, ഞാൻ എസ്കേം. എൻ്റെ മധു ഒരു ചെറിയ ഓലമേഞ്ഞ ചായപ്പുര. ഈ ചായപ്പുരയിൽ അടുപ്പ് ഓല വെച്ച് കത്തിച്ചിട്ട് ചായ അടിച്ചു കൊടുക്കുന്ന കുഞ്ഞിരാമേട്ടൻ. ജയകൃഷ്ണന്റെ കൊലപാതകത്തിന്റെ തുടർച്ചയായിട്ട് നടക്കുന്ന കൊലപാതകം. അപ്പൊ അത് കുഞ്ഞിരാമേട്ടൻ 17 വയസ്സുണ്ട്. ആ മലയുടെ മുകളിലെ ക്രിമിനൽസിന് ഇയാളെടുത്ത് ചായ കൊടുത്ത് അവരെ സംരക്ഷിച്ചു എന്നുള്ളതാണ് തട്ടിക്കാതി. ഇനി പോട്ടെ, ജയകൃഷ്ണൻ കൊല്ലപ്പെട്ടിട്ട് കൃഷ്ണൻ നായർ മരിച്ചു. 70 വയസ്സുണ്ട് കൃഷ്ണൻ നായർ വീട്ടിൽ ഞാൻ പോയി. 70 വയസ്സുള്ള കൃഷ്ണൻ നായർക്ക് എന്ത് രാഷ്ട്രീയം വന്നില്ല. ഇതിനുള്ള പ്രതികാരമാണ്. പിന്നെ ആരും പറയാത്തൊരു കഥയുണ്ട്, അത് പറയാതെ പോകാനും വയ്യ ശരിക്കും. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 60-70 വയസ്സുള്ള ഒരാളെ കൊല്ലാൻ വേണ്ടി ടീമിങ്ങനെ പോവുക. ഏത് പാർട്ടിയാണെന്ന് ചോദിക്കണ്ട. അപ്പോൾ പോകുമ്പം ഈ ടീം പോകുന്ന വഴിക്ക് പറഞ്ഞ്, ഈ 70 വയസ്സുള്ള ആളെ എന്തിനാപ്പാ കൊല്ലുന്നത്, നമുക്കൊന്ന് വിളിച്ച് ചോദിക്കാൻ. അടുത്ത സ്ഥലത്ത് നിന്ന് ഇവർ വിളിച്ച് എന്നാൽ ഡയറക്ഷൻ തന്നെ ആളെ വിളിക്കാം. അപ്പോൾ ഇതെന്തിനാന്ന് 17 വയസ്സില്ലേ, വേറെ ആരും ഇല്ലേ, വയസ്സ് നോക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, പറഞ്ഞ പണി എടുത്താൽ മതി. ഇറച്ചി തറക്കുന്നത് പോലെ മനുഷ്യരെ കൊല്ലുക, വെട്ടി
ഇപ്പം ചില ആളുകളെ വെട്ടി നുറുക്കിയതിന് ശേഷം മണ്ണ് വാരിയിട്ട് ആ മുറിവിലിടും എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും രക്ഷപ്പെടരുത്. ചില കേസിൽ കാല് മാത്രം കൊത്താനാ പറയുക, കാല് മാത്രമേ കൊത്തുള്ളൂ. ആശുപത്രിയിലെത്തി ഇവനെ വികലാംഗനാക്കാനേ തീരുമാനിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ബ്ലഡ് ടൈമിന് ആശുപത്രിയിലെത്തൂല, അങ്ങനെ മരിച്ച കേസുകളുണ്ട്. അന്ന് ഈ രസം എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ ആശുപത്രികളില്ലല്ലോ. ഇപ്പം ഈ ജനറൽ ആശുപത്രിയിൽ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരിക്കേറ്റവർ കൊടുക്കുന്ന അവർ ഫസ്റ്റ് എയ്ഡ് ചെയ്യും. എന്നിട്ട് മരിച്ചാലും അവരെന്ത് ചെയ്യും, മരിച്ചു എന്ന് പറയാതെ വല്ല കയറ്റി കോഴിക്കോടേക്ക് കൊടുക്കും ചില കേസുകൾ. അങ്ങനെയെല്ലാം ചെയ്ത കഥകൾ എനിക്കറിയാം, കാരണം ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സാഹസമുണ്ട്. നമ്മൾ ആംബുലൻസ് ഡ്രൈവറുടെ നമ്പർ വാങ്ങും, പിന്നെ ആംബുലൻസിന് മുന്നിലിരിക്കുന്ന ഒരു നമ്പർ വാങ്ങും, ഒരു 3-4 നമ്പർ വാങ്ങും. ആശുപത്രിയിൽ എത്തുന്നവരെ മരിച്ചോ 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 എന്ന് അന്വേഷിച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. ഒരു ഗതികെട്ട പണിയായത്. ഒരാൾ മരിച്ചോ എന്നല്ലേ വിളിച്ചു ചോദിക്കുന്നത്, ഇഷ്ടം കൊണ്ടല്ലല്ലോ. അത് അറിയുന്നവരായിരിക്കും ചിലപ്പോൾ ഈ വെട്ടി നുറുക്കിയിട്ട് കൊണ്ടുപോവുക. അപ്പോൾ വടകര എത്തുമ്പോൾ ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ സംഭവം തീരും, ശ്വാസം നിലക്കും. അപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവർക്ക് അറിയാൻ പറ്റും ഇത് കണ്ടാൽ. അടുത്ത ആശുപത്രിക്ക് എടുത്ത് ഡെത്ത് കൺഫേം ചെയ്ത് അവിടുത്തെ മോർച്ചറിയിൽ വെക്കും. ചിലതെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൂട്ടും. ഈ തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ മോർച്ചറിയിൽ നിന്ന് ആരംഭിച്ച അത്രയും വിലാപയാത്രകൾ കേരളത്തിലെ വേറെ ഏതെങ്കിലും ആശുപത്രിയുടെ മോർച്ചറിയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ടാവും? ഇപ്പോൾ ഒരു രസകരമായ കഥ പറയാം. ഒരു രാഷ്ട്രീയ പ്രവർത്തകർ കൊല്ലപ്പെട്ട് പോസ്റ്റ്മോർട്ടം ഉള്ളിൽ നടക്കുക. ഒരു BJP നേതാവ് മോർച്ചറിയുടെ സൈഡിൽ ഒരു ഓട്ടയുണ്ട്, വേണമെങ്കിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം കാണാമെന്ന്. ഇനി രണ്ടാമത് ഒരു സംഭവം, അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നമ്മളെല്ലാം വാർത്ത എടുക്കാൻ വേണ്ടി മോർച്ചറിയുടെ മുന്നിൽ ബോഡി എടുക്കുമ്പം റീത്ത് വെക്കുന്നത് നേതാക്കൾ ഷാള് കൊടുക്കുന്ന ഫോട്ടോയിൽ എടുക്കണം, വന്ന നേതാക്കളെ പേരിൽ എഴുതി എടുക്കണമല്ലോ. ഇന്നത്തെ പോലെ ആരും വിളിച്ച് ചോദിക്കാനൊന്നും പറ്റില്ല, ഫിസിക്കലി തന്നെ നമ്മൾ പോകണം. കാരണം നിൽക്കുന്ന ആളെ ബന്ധപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല, ഇവർ ഓഫീസിൽ എത്തിയാലല്ലേ വഴിയുള്ളൂ. അപ്പോൾ സ്പോട്ടിൽ പോയേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഈ കറുത്ത ബാഡ്ജും ഒരു പിന്നും കൊടുക്കുകയാണ്. ഒരു കാര്യമായ ആൾ, കാര്യമാണെന്ന് വെച്ചാൽ മണ്ഡലം നല്ല നേതാവാണ്, ഏത് പ്രസ്ഥാനമാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ അടുക്ക് എത്തിയിട്ട് പറഞ്ഞു, ഇതാ ഒന്ന് കുത്തിക്കോ. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ഒരു ജോലിയല്ലേ നിങ്ങൾ കുത്തിക്കോന്ന്, ഒരു ജോലിയല്ലേ. മരിച്ച സ്ഥലത്താ മോർച്ചറിയുടെ മുന്നിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 2 മിനിറ്റ് സെക്കൻഡ്, ഞാനിതിൻ്റെ എല്ലാം തീവ്രത അനുഭവിക്കുന്ന ഒരുത്തനാണ്. ഇത് ഈ കൊലപാതക പരമ്പരകൾ കണ്ടിട്ട് എൻ്റെ മനോനില തെറ്റിയ ദിവസങ്ങളുണ്ട്. മനോനില തെറ്റി പൂർണ്ണമായിട്ട് ഞാനൊരു വട്ടനായി. എന്ന് പറഞ്ഞാൽ വാർത്തയില്ലെങ്കിൽ വിഭ്രാന്തി വരും. രാവിലെ എഴുന്നേറ്റൊരു ബോംബാക്കണമോ ഇല്ല, അപ്പോൾ റോയ് മാഷ് രാവിലെ ഒന്നുമില്ലടാ, അപ്പോൾ ഞാൻ പറയും സാർ ഒന്നും ആയിട്ടില്ല. അപ്പോൾ എനിക്ക് വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ വാർത്ത കൊടുത്തില്ലെങ്കിൽ, എൻ്റെ ഒരു സ്റ്റോറി വന്നില്ലെങ്കിൽ, ഓൾ കേരള സ്റ്റോറി, നിങ്ങൾ ആലോചിക്കണം അതിൻ്റെ ഒരു ക്രൂരത. അങ്ങനെ ഈ അത് കഴിഞ്ഞൊരു ആത്മഹത്യയുടെ കഥയും കൂടി പറയാനുണ്ട്. അത് പറയാൻ നിങ്ങൾ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കണം. ഒരു ഗംഭീര ഒരു ആത്മഹത്യയെ തുടർന്നൊരു കൊലപാതകം നടന്നിട്ടുണ്ട്. അങ്ങനെ ഇനി വാർത്ത ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭീകരത. പണ്ട് AN ഷംസീർ ഇപ്പോഴത്തെ സ്പീക്കർ പറയും എന്നെ കാണുമ്പോൾ, നവാസ്ക ഒരു വാർത്തയില്ലെങ്കിൽ പാനൂരിൽ സംഘർഷം ഒന്ന് കൊടുക്കുന്നു എന്ന് തമാശയാക്കും ഷംസീർ ഇപ്പോഴത്തെ സ്പീക്കർ. അപ്പോൾ ഇങ്ങനെ വാർത്ത എനിക്ക് ഉറക്കില്ലാണ്ട്, അന്ന് ഉറക്കില്ലല്ലോ രാത്രി. സംഘർഷം ഇല്ലെങ്കിൽ കിടന്നുറങ്ങാലോ, എനിക്ക് സംഘർഷം ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങൂല. അങ്ങനെ ഉറങ്ങാതായി ആയപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു സംശയം തോന്നി തുടങ്ങി. പിന്നെ പെരുമാറ്റം വീട്ടിൽ ഭാര്യയോടും മക്കളോടും മോനോടെല്ലാം ഭയങ്കരമാണ്. എൻ്റെ മോന് ഇപ്പം മൂത്ത മകൻ, അവന് 10-26 വയസ്സ്, അവൻ പറയും ഉപ്പ ചെറുപ്പത്തിൽ എന്നെ ഭയങ്കര ഭീകരമായിട്ട് അടിച്ചിട്ടുണ്ട്. ഈ പ്രഷറായിരിക്കും, ഈ പ്രഷറാണ്. അവൻ പറയുന്നത് അവനെ സ്കൂട്ടറിൽ നിന്ന് വരെ ഞാനെടുത്ത് എറിഞ്ഞിട്ടുണ്ടെന്ന്. ഇതിങ്ങനെ പറയേണ്ടി വരുന്നതിന് സങ്കടം. അവനത് അവൻ്റെ അനിയന്മാരോട് പറയും. രണ്ടാമത്തവരായപ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടി മെച്യൂരിറ്റി വന്നു. അവനോടൊക്കെ വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്, അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അവൻ എന്നോടും പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ അനിയന്മാരോടും പറഞ്ഞിട്ടുണ്ട്, അവൻ ഉമ്മാനോടെല്ലാം പറയും. ഇപ്പോൾ വളരെ ഹാർഡായിട്ടാണ്. പക്ഷേ അവനെ ഭയങ്കര ലോകത്ത് ഏറ്റവും നന്നായി അവനെ വളർത്തിയെന്ന് പറയുമ്പോഴും അവനോട് ഹാർഡായി പെരുമാറിയത് എൻ്റെ ഈ ഒരു എടുക്കാൻ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാന്ന് പറയും. എൻ്റെ ഈ പുസ്തകം വായിച്ചിട്ട് എൻ്റെ ബ്യൂറോ ചീഫ് M. റോയ് എഴുതിയൊരു കുറിപ്പുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നവാസ് ഉൾപ്പെടെയുള്ള ആളുകളോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ നിങ്ങളെല്ലാം ചൂഷണം ചെയ്യുകയാണ് ചെയ്തത്. അത്ര തീവ്രമായിരുന്നു എൻ്റെ പ്രവർത്തനം. അങ്ങനെ എൻ്റെ മനോനില തെറ്റാണ്. അപ്പോൾ കൊല്ലപ്പെട്ട ജയകൃഷ്ണൻ മാഷെ രക്തം തെറിച്ച കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾക്ക് കൗൺസിലിംഗ് നടത്തുന്ന ഒരു ഡോക്ടറുണ്ട് KPV. അത് പറയുമ്പം എനിക്ക് എൻ്റെ ലെവലിൽ തന്നെ തെറ്റിപ്പോകും, കാരണം അത്ര സങ്കടമാണ് എൻ്റെ രംഗം. ഞാൻ ഈ KPV നാരായണനെ വിളിക്കുകയാണ്, സാർ എനിക്കൊന്ന് പേഴ്സണലായിട്ട് കാണാം. അതുവരെ ഒഫീഷ്യലായിട്ടേ കാണുള്ളൂ. ഈ കുട്ടികൾക്ക് ഉള്ള കൗൺസിലിംഗ് കൊടുക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് കാണും.
ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു മനോരോഗ വിദഗ്ധനെ കാണുക എന്ന് പറഞ്ഞാൽ അത് വലിയ സങ്കടമാണ്. ഒരാൾ വട്ടായി എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ഞാനിങ്ങനെ കല്യാണം എല്ലാം കഴിച്ച് ഒരു മോനേ ഉള്ളൂ, കുടുംബം ഇങ്ങനെ കൊണ്ടുപോകാൻ ഈ എഴുതി കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന, പരസ്യം പിടിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന കാലം. സത്യം പറഞ്ഞാൽ പിച്ച വെച്ച് തുടങ്ങുന്ന കാലം. വലിയ സ്വപ്നങ്ങളാണ്. ഒരു വണ്ടി വേണം, മക്കളെ നന്നായി, ഒരു മോനേ ഉള്ളൂ, അവനെ നന്നായി വളർത്തണം, ഒരു മോൻ മതിയെന്ന്, ഇപ്പം 3 മക്കളുണ്ട്, ഒരു മോൻ മതിയെന്ന് തീരുമാനിച്ച കാലം. വളർത്താൻ കഴിയില്ല, ഈ ടെൻഷൻ. അങ്ങനെ ഞാൻ KP നാരായണൻ്റെ അടുത്തില്ല. നാരായണനോട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് അയാളിങ്ങനെ ചെന്നിരിക്കുമ്പോൾ അയാൾ ചെയിൻ സ്മോക്കറാണ്, ഞാനും സ്മോക്ക് ചെയ്യും. അയാൾ എനിക്കൊരു സിഗരറ്റ് വരും, ഞാൻ സിഗരറ്റ് കുറേ നേരം ഇങ്ങനെ കണ്ണിൻ്റെ ഉള്ളിലൂടെ. ഈ അയാൾ ഡെപ്യൂട്ടി DMO ആണ്, സൈക്കാട്രിസ്റ്റാണ്. ഈ ജയകൃഷ്ണനെ, ആ കുട്ടികളെ കൗൺസിൽ ചെയ്യുന്ന ജയകൃഷ്ണ മാഷ് കൊല്ലപ്പെട്ടതിനെ നേരിട്ട് കണ്ട കുട്ടികളെ കൗൺസിൽ ചെയ്യുന്ന ആളാണ്. അതിനകത്തൊരു പെൺകുട്ടി അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തായിരുന്നേ. അതൊരു കഥയാണ്, അത് വേറൊരു കഥയാണ്, പറഞ്ഞാൽ തീരില്ല. അപ്പോൾ ഇങ്ങനെ എന്നെ ഇങ്ങനെ നോക്കി, കുറേ നേരം നോക്കി. അത് കഴിഞ്ഞ് എൻ്റെ കൈ പൊന്തിക്കാൻ മതി, കൈ നേരെ വെക്കാൻ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഒരു വടി കൊണ്ട് അതിനെ നോക്കുമ്പോൾ എല്ലാം നോക്കിയത് കുനുകുനുന്ന് ചെറിയ മരുന്ന് എൻ്റെ കൈ തന്നു. ഈ കടലാസ് കൈ കിട്ടി, അത് മടക്കി കയ്യിൽ വെച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ വേറൊരു അപകടം മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ എവിടുന്ന് വാങ്ങും? ഈ സൈക്കാട്രിസ്റ്റ് സ്ലിപ്പ് തലശ്ശേരിയിൽ ഏത് കടയിൽ കൊടുത്താലും എന്നെ അറിയും. മെഡിക്കൽ ഷോപ്പ് അന്ന് അത്രയേ ഉള്ളൂ, എല്ലാവരും എന്നെ അറിയുന്നവരാണ്. ഞാൻ വീണ്ടും ഉള്ളിലേക്ക് കയറി. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്താ പറ്റി? ഞാൻ പറഞ്ഞു, എനിക്ക് മരുന്ന് ഉണ്ടാ, സാമ്പിൾ തരാൻ. അപ്പോൾ എന്നെ പിന്നെ നോക്കി, ഇങ്ങനെ നോക്കാം, കണ്ണടക്കുള്ളിൽ പ്രത്യേക ക്യാരക്ടർ. അയാൾ പിന്നീട് ആത്മഹത്യയോ മറ്റോ ചെയ്തത്. ഇരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു സിഗരറ്റ് വലിച്ച് മേശയെല്ലാം പരതി ഒരു 3-4 സാമ്പിൾ ബോക്സ് എടുത്തു കവറിലാക്കി പുറത്തിറങ്ങി സ്കൂട്ടർ സ്റ്റാർട്ടാക്കി സ്കൂട്ടറിൻ്റെ ഉള്ളിൽ വെച്ച് യാത്രക്കിടയിൽ ഞാൻ ആലോചിക്കുക, പടച്ചു ഇത് എവിടെ കൊണ്ടുപോയി മരുന്ന്? വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഈ ചീട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഭാര്യ അറിഞ്ഞാൽ അവൾ എന്നായിരുന്നു തന്നെ ഉപേക്ഷിക്കും. ഒരു കുട്ടിയിലായിട്ടുള്ളൂ, പറയാൻ പറ്റില്ല. ഒക്കെ എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴമൊന്നും അറിയില്ലല്ലോ, കുട്ടിക്കാകെ അത്രേ വയസ്സുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഗുളികയെല്ലാം ഓഫീസിലെത്തി കവറിലൊക്കെ കയറിയിട്ട് ഈ കത്തിക്കുന്ന സ്ഥലത്ത് കഷ്ണം കഷ്ണമാക്കിയിട്ട് കൊട്ടയിട്ട്, എൻ്റെ മനസ്സ് പറയണം ഈ ഗുളിക കണ്ടാൽ മനസ്സിലായാലോ. എന്നിട്ട് ഈ മരുന്ന് ഒരു ഗുളിക എടുത്തു. രാത്രി 8 മണിക്ക് കഴിക്കണമെന്ന് അയാൾ പറഞ്ഞിട്ട് ബാക്കി ഗുളിക എന്ത് ചെയ്യുന്നു, ഈ സ്കൂട്ടറിൻ്റെ സീറ്റില്ലേ, സീറ്റിൻ്റെ അടിയിൽ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചു. കാരണം ഇത് ഞാനല്ലേ തുറക്കുള്ളൂ, വേറെ ആരും തുറക്കുള്ളൂ, എണ്ണ അടിക്കാൻ മാത്രമേ തുറക്കുള്ളൂ. അങ്ങനെ ഓഫീസിൽ വന്നിരുന്നു. ഈ ഗുളിക 8 മണിക്ക് കഴിക്കണമെന്ന് ഇയാൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് 8 മണിക്ക് കഴിച്ചത് ഓർമ്മയുള്ളൂ, പിന്നെ ഞാനില്ല, ബ്ലാക്ക് ഔട്ടാണ്. ഈ ഗുളിക കഴിച്ച ബോധം പോകുന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഉറങ്ങി. ഭാര്യ ലാൻഡ് ലൈനല്ലേ ഉള്ളൂ, ചോണ്ടിരിക്കുന്നു. ഈ ഓഫീസ്, തുറന്ന ഓഫീസിൽ പുലർച്ചെ 3 മണി വരെ ഞാൻ ഇങ്ങനെ കിടന്നു. ഒരാളും അങ്ങോട്ട് വരില്ല, കാരണം രാവിലെ പ്രവർത്തിക്കുന്ന ഓഫീസാണല്ലോ. 3 മണിക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ 4:30 മണിക്ക് വീണ്ടും ഫോൺ ബില്ലടിക്കുന്നു. വൈഫ് സുബഹിയണി നമസ്കരിക്കാൻ എണീച്ചതാണ്. അവൾ വീണ്ടും, ഞാൻ എടുത്തു, എന്താ പറ്റി? ഞാൻ ഇത് പറയാൻ പറ്റില്ലല്ലോ അവളോട്. ഞാൻ പറഞ്ഞു പുറത്തായിരുന്നു, 1-2 സംഭവം ഉണ്ടായിട്ടുണ്ട്. അവൾ പിന്നെ സംഭവം ഉണ്ടായാലും എന്നാണ് കടവ് പറഞ്ഞു പഠിച്ചു. അങ്ങനെ ഏതാണ്ട് 3-4 മാസം, എനിക്ക് തോന്നുന്നൊരു 6 മാസത്തോളം ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ നോർമലായത്. നമുക്ക് നേരിട്ട് നമ്മൾ അതിന്റെ റിപ്പോർട്ടിങ്ങിനപ്പുറത്തൊരു പങ്കാളിയാവുമല്ലേ നമ്മൾ. ഞാൻ ശരിക്ക് പിന്നെ ഈ 6 പാക്കറ്റ് വിൽസ് വലിക്കും, 6-7 പാക്കറ്റ് സിഗരറ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ടേ വാർത്ത എഴുതാൻ പറ്റും. പിന്നെ പാൻപരാഗ് ഉപയോഗിക്കും. പാൻപരാഗ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വായിൽ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എഴുതും. അത് അന്ന് പ്രധാനപ്പെട്ട പത്രത്തിന്റെ റിപ്പോർട്ടർമാരെല്ലാം വന്ന് നമ്മളെ ഓഫീസിലാണ് വരിക. എല്ലാവരും എല്ലാവരും എൻ്റെ ഇടിക്കാ വരിക. പിന്നെ ഏഷ്യാനെറ്റ് ആണെന്നുള്ള ഒരു ചാനൽ, അതിന്റെ റിപ്പോർട്ടേഴ്സും എല്ലാവരും നമ്മുടെ അടുത്താണ് വരിക. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവൻ CR രാജേഷൊക്കെ സ്ഥിരമായി വരുന്ന ആളാണ്. അങ്ങനെ കുറേ മാധ്യമപ്രവർത്തകരുണ്ട്, അവരെല്ലാം നമ്മളടുത്ത് വന്നുകൊണ്ട്. ശരിക്കും ഈ അതിൽ ഉൾപ്പെടുന്ന ആളുകൾ നേരിട്ടുള്ള രാഷ്ട്രീയ ബന്ധത്തിനപ്പുറത്ത് പൊതുസമൂഹവും അതിനകത്ത് ഇതിന്റെ ഇരകളാണല്ലേ. പൊതുസമൂഹം ഇരകളാണെന്ന് പറഞ്ഞാൽ ഓരോ കൊലപാതകം നടക്കുമ്പോഴും അതുണ്ടാകുന്ന ഒരു മാനസികമായ ആഘാതമുണ്ട് ഓരോ പ്രദേശത്തും. നമ്മൾ അറിയാൻ, നമ്മൾ കാണാത്ത തലങ്ങളിൽ അതിൻ്റെ ആഘാതം ഉണ്ടാകുക. ഈ കൊല്ലുന്നവൻ വീട്ടിൻ്റെ ഉള്ളിൽ കയറി, സുധീഷിനെയാണല്ലോ ആദ്യമായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറി വെട്ടിക്കൊല്ലുന്നത്. പിന്നെ എല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ. ഈ വീട് എന്ന് പറഞ്ഞാല് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, പിണറായി വിജയൻ്റെ ഒരു പ്രയോഗമുണ്ട്, നമ്മളൊരു പൗരന്റെ ഏറ്റവും അവസാനത്തെ അഭയകേന്ദ്രമാണ് വീട്. വീട്ടിൽ നിന്ന് ഒരാൾ വെട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് സുധീഷിന്റെ കേസിലാണ് ഫസ്റ്റ് സുധീഷിനെയാണ് വീട്ടിൽ കയറി വിട്ടു. ഒരിക്കലും
സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന് എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം സംഭവിക്കാമെന്നല്ല ഞാൻ കണ്ടതിൽ. പിന്നെ നടന്ന കൊലപാതകങ്ങളെല്ലാം ഇപ്പം അതിനകത്ത് ഈ താലിമാല തേടി ആരും വന്നില്ല. ആ ഹെഡിങ്ങിൻ്റെ കഥ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, അദ്ദേഹമാണ് എൻ്റെ 3ാമത്തെ എഡിഷൻ ഷാർജ ബുക്ക് ഫെയറിൽ റിലീസ് ചെയ്തത്. ആ മനുഷ്യനെ ആന്ധ്രയിൽ വെച്ച് വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വിക്രം ജാലിൽ ശശി. അത് കോൺഗ്രസ്സുകാരാണോ? അല്ലല്ല, RSSന്റെ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. അവൻ്റെ കൂടെയുള്ള വേറെ ഏതോ ഒരുത്തനൊരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കെ സുധാകരനൊക്കെ അയച്ചു. കോൺഗ്രസ് ആണ്. കെ സുധാകരൻ MP ആണെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ ആരോപണങ്ങളുണ്ടായി. സുധാകരൻ ആ പേരിൽ ട്രെയിനിൽ അറസ്റ്റ് ചെയ്തത് വത്സൻ SP ഒക്കെയാണ്. കൊട്ടേഷൻ കൊടുത്ത RSS തോക്ക് ഒരു സലീം കൊടുത്തു. അതിന്റെ കഥ ഭയങ്കര കഥയാണ്. അതെല്ലാം രസമുള്ള വേറെ പറഞ്ഞാൽ തീരൂല ഇത്. ഈ ശശി ഞാൻ ഇപ്പം താമസിക്കുന്ന വീടിന്റെ ഒരു 2 കിലോമീറ്റർ 1 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പൊ ഇവനെ ഈ ബസ്സിൽ ഒരു പെരുമാൾ എന്ന് പറഞ്ഞ ബസ്സുണ്ട്. ഈ ബസ്സിൽ ഒരു ദിവസം ഇവനിങ്ങനെ തൂങ്ങിപ്പോവുക. ഈ അന്നൊക്കെ സ്റ്റെപ്പിലെല്ലാം ആൾ നിന്ന് യാത്ര ചെയ്യുന്ന കാലം. ഇന്നങ്ങനെ ഉണ്ടോന്ന് അറിയില്ല. സ്റ്റെപ്പിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് പകുതി ശരീരം പുറത്താണ്. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ബജാജ് ചേതക്ക് സ്കൂട്ടറിൽ പോകുമ്പോൾ ആ സ്റ്റോപ്പിൽ നിന്ന് ഇവനിങ്ങനെ തൂങ്ങി നിൽക്കുന്ന കാണുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവന് ഹിന്ദു ഐക്യവേദി അല്ല ശിവസേന അതിന്റെ റിലീസായിട്ട് ഓഫീസിൽ വരും. അപ്പൊ ഞാൻ ഇവനോട് എല്ലാ ശശി, നീ ഇങ്ങനെ ബസ്സിലെല്ലാം തൂങ്ങി വന്നാൽ നിന്റെ കാര്യം പോക്കല്ലേ, നീ എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കുന്നേ? എന്നെ ഒന്നും ചെയ്യില്ല നമസ്കാർ, ഞാൻ എല്ലാവരോടും പോയി മാപ്പ് പറഞ്ഞു, ഞാൻ മാപ്പ് സാക്ഷിയാവും, ഞാൻ ഫുൾ മാപ്പ് പറഞ്ഞു, ഇനി ആറൊന്നും ചെയ്യില്ല. അങ്ങനെ ഇവനെയാണ് ഈ ബസ്സിൽ നിന്ന് വെട്ടിക്കൊല്ലുന്നത്. ഈ വെട്ടിക്കൊന്നിട്ട് ആ ബസ്സിൽ നിങ്ങൾക്കറിയാലോ, ആളെ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടിക്കൊന്നാൽ ഒരു കേസല്ല, ഈ ശശീനെ വെട്ടിക്കൊന്നിട്ട് ആ ചോര വീണ് കിടക്കുന്ന ആ ബസ്സിനുള്ളിൽ നിന്നാണ് ഈ താലിമാല 5 പവൻ്റെ താലിമാല കിട്ടുന്നത്. അതെൻ്റെ മനസ്സിൽ പതിയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതൽ ഈ താലിമാലയുടെ ആൾ വരുന്നില്ല. അപ്പോൾ നമ്മൾ വാർത്ത കൊടുക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മളൊരു കൊലപാതകം നടന്നാൽ റിപ്പോർട്ടിങ്ങിൻ്റെ ശൈലി ഭയങ്കര, ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് വന്ന ശൈലിയാണ്. ഇൻക്വസ്റ്റ് നടത്തിയ പോലീസുകാരനെ വിളിക്കും, എന്നിട്ട് മൃതദേഹത്തിൽ എത്ര വെട്ടുണ്ടെന്ന് ചോദിക്കും. പോസ്റ്റ്മോർട്ടം നടത്തുന്ന സർജനെ വിളിക്കും, പോലീസ് സർജനെ വിളിക്കും, ഏത് മുറിവാണ് മരണത്തിലേക്ക്. അപ്പം ചില ആൾ പറയും ആഴത്തുള്ള ഇത്ര ഇഞ്ച് നീളമുള്ള ഇന്ന ആയുധം പ്ലീഹ തകർത്തു. ഈ പ്ലീഹ എന്നുള്ള വാക്കെല്ലാം ഞാൻ അങ്ങനെ പഠിക്കുന്നത്. മറ്റേ കുടൽ തകർത്തു, വൻകുടൽ തകർത്തു, കിഡ്നി പോയി, നട്ടലിന് കൊണ്ടു, ലിവറിന് കൊണ്ടു, ഇതൊക്കെ പറഞ്ഞിട്ട് വാർത്തയാക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ തൊണ്ടി മുതലുകൾ എന്തൊക്കെ കിട്ടിയെന്ന് ചോദിക്കും. ഈ സംഭവ സ്ഥലത്ത് നിന്ന് ചില ചെരുപ്പ് കിട്ടും, ചിലരുടെ മുണ്ട് കിട്ടും, ചിലരുടെ സിഗരറ്റ്, ചിലരുടെ തീപ്പെട്ടി, പല സാധനം കിട്ടും. കോണ്ടം വരെ കിട്ടിയിട്ടുണ്ട്. പല കഥകളാണ്, രാഷ്ട്രീയ അല്ലാത്ത കേസുകളിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ താലിമാല കിട്ടുന്നത്. അപ്പോൾ ഈ താലിമാല തേടി ആരും വരുന്നില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വാർത്ത കൊടുക്കും, വിക്രം ജാലിൽ ശശി വധം, ആ മാല തേടി ആരും വന്നില്ല. ഇതിന് താലിയുണ്ട്, പിന്നെ താലി എന്ന് പറയുന്നു, പിന്നെ താലിമാല തേടി ആരും വന്നില്ല. കുറേ കാലം അത് അന്വേഷിക്കുന്ന ഏതെങ്കിലും ഒരു, ഇപ്പം അന്നൊരു കൊലപാതകം നടന്നാൽ ഒരു SP അന്വേഷിക്കുക, SI CO ഒന്നല്ല. നിങ്ങൾ ഇപ്പോഴത്തെ ഈ P പ്രകാശ് എന്നൊക്കെ പറയുന്ന IG DIG ഒക്കെ അന്നൊരു ചെറിയ ബെഞ്ച് വിട്ടിട്ട് കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരു ദിവസം കൊളവല്ലൂർ സ്റ്റേഷനിൽ ഞാൻ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നത് തച്ചങ്കിരി അന്ന് SP ആണ്. അപ്പോൾ അന്നത്തെ രാഷ്ട്രീയത്തിൽ ഒരു വാർത്ത, നിങ്ങളന്ന് ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല, കണ്ണൂർ പോലീസ് SP-യുടെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസ് ശീതീകരിച്ചു. തച്ചങ്കിരി SP ആയി വന്നപ്പോഴാണ് ആദ്യമായിട്ട് കണ്ണൂരിൻ്റെ SP ഓഫീസ് AC ആക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തോട് ആരോ പറഞ്ഞു കൊടുത്ത് ഇത് രാഷ്ട്രീയത്തിൽ വാർത്തയുണ്ട്. അപ്പം ഞാൻ വൈകുന്നേരം റൊട്ടീൻ വിളി, ഓരോ മണിക്കൂറിലും വിളിക്കണം എല്ലാ സ്റ്റേഷനിലും. വിളിക്കുമ്പോൾ തച്ചങ്കരി അറിയാലോ, എനിക്ക് തച്ചങ്കരി അറിയാം. ഞാൻ പറഞ്ഞു രാഷ്ട്രീയ നോസ എന്തിനു നോസിച്ചു, എല്ലടോ എന്തോ വാർത്ത എന്നെ കുറിച്ചുണ്ടെന്ന് പറഞ്ഞു, നീ ഒന്ന് വായിച്ചാട്ടേന്ന് പറഞ്ഞു. അങ്ങനെ ഈ രാഷ്ട്രപതിയുടെ വാർത്ത മുഴുവൻ ഇയാൾക്ക് വായിച്ചു കൊടുത്തിട്ട് അയാൾക്കെതിരായ വാർത്ത അത് എതിരെന്ന് പറയാൻ പറ്റില്ല. പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ചൊരു പിന്നെ ഞാൻ എന്നെ പറ്റിച്ച ADGP മനോജ് എബ്രഹാം സാറിന്റെ കഥ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഈ മനോജ് എബ്രഹാം സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും മര്യാദയ്ക്ക് ചിരിക്കൊന്നുമില്ല, ഭയങ്കര ഗൗരവക്കാരനാണ്. ഇപ്പൊ ഇടയ്ക്ക് ചിരിക്കും. അപ്പോ ഒരു ദിവസം നിങ്ങൾക്കറിയാം, അവിടെ നമ്മുടെ ധർമ്മടം ചിറക്കുനി മേലൂര് 2 ചെറുപ്പക്കാരെ കൊന്നിട്ട് ചെളിയിൽ പൂഴ്ത്തി. അത് വലിയ കഥയാണ്. ഈ ചെതിയിൽ ഇങ്ങനെ 2 പേരെ കൊന്നിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ട് ഞാൻ രാവിലെ CPM-ന്റെ ഓഫീസിൽ വിളിക്കുക. പിന്നെ ഞാൻ പേര് പറയാം, പുഞ്ചയിൽ നാണോട്ടാ ഫോൺ എടുക്കുന്നത്. പാവം മനുഷ്യൻ, മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധിയാണ്, സാധാരണക്കാരൻ, നല്ല മനുഷ്യൻ. ഇപ്പോൾ മരിച്ചുപോയി ആള്. ഭയങ്കര കട്ടിയുള്ള ശബ്ദം. ഹലോ നാണോട്ടനാ, അതെ ഞാൻ നിങ്ങളുടെ നാട്ടിലെന്തോ കുഴപ്പമുണ്ടല്ലോ. നാട്ടം എന്തോ കുഴപ്പമുണ്ടെന്ന് കേട്ടിനി,
വിവരമൊന്നും കിട്ടിയിട്ടില്ല, നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വിളിക്കുന്നു. 2 പേര് കൊല്ലപ്പെട്ടു എന്ന് എനിക്കറിയാം. ഈ കൊല്ലപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ മരുമക്കളാണ്. പക്ഷെ അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല. അവരെതിർ രാഷ്ട്രീയ ചേരിയിലാണ്. ഞാനങ്ങനെ അപ്പോൾ പിന്നെ സ്പോട്ടിലേക്ക് പുറപ്പെടുകയാണല്ലോ. സ്പോട്ടിലേക്ക് ഞാൻ എത്തുന്നു. ബോഡി ഇങ്ങനെ വന്നു. SP ഇങ്ങനെ നടന്നു വരുന്നു, മനോജ് ബ്രഹാം. അപ്പം നമുക്ക് നമ്മൾ DGP, അതിൽ ഒരു DGPയുടെ കഥ പറയാറുണ്ട്, ജാങ് പാങ്കിയുടെ ഒരു കഥ. ഞാൻ മറന്നു അതുകൊണ്ട് ഇപ്പോൾ ഈ മനോജ് അബ്രഹാം സാർ ഇങ്ങനെ വരും. ഞാൻ ചെന്നിട്ട് സാർ വിശേഷം ആണോ വിടൂല, അങ്ങനെ ഇങ്ങനെ തിരിക്കുന്നു മറിക്കുന്നു 2 ഞാൻ കൂടെ തന്നെ നടക്കാം. അപ്പോൾ സാർ പറഞ്ഞു ഇതിൻ്റെ ഒരു അവസാനമായിട്ടുണ്ടോ. ഇതിന് ഞാൻ ചെന്ത് സാർ ഒരു ടോർച്ച് വന്നിട്ടുണ്ട് പോലീസിന്. ആ ടോർച്ച് അടിച്ചാൽ എവിടെ ബോംബുണ്ടെങ്കിലും പൊട്ടിത്തെറിക്കും. കേൾക്കേണ്ട വാതി കേൾക്കാതെ വാതി ജഗതി ഓടുന്നത് പോലെ ഞാൻ ചാടി സ്കൂട്ടർ എടുത്ത് ഓഫീസിൽ. റോയ് മാഷെ വലിയ സ്റ്റോറി ഉണ്ട്. എന്താ പോലീസ് ഇങ്ങനെ ടോർച്ച് അടിക്കുന്നു. എടാ നീ പെട്ടെന്ന് എഴുതി. ആരാ പറഞ്ഞു? ഞാൻ SP പറഞ്ഞു. ടോർച്ച് അടിച്ചാൽ ലൈറ്റ് ബോംബ് പൊട്ടും. അങ്ങനെയാണ് ഓൾ കേരള സ്റ്റോറിയാണ്. ഒരു ടോർച്ചിൻ്റെ പടം കളറിലെല്ലാം വെച്ചിട്ട് രാഷ്ട്രീയ. പിറ്റേ ദിവസത്തെ കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രം ഒരു വാക്ക് മാറ്റാതെ ആ വാർത്ത അങ്ങനെ തന്നെ കുപ്പിടിച്ചിട്ട്. അങ്ങനെ ഇതിങ്ങനെ പോയി. അന്ന് അതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ഒരു കൊലപാതക കേസിൽ ഒരു SP അന്വേഷിക്കുന്നുണ്ട്. SP കാണാൻ ഞാൻ തലശ്ശേരി റെസ്റ്റ് ഹൗസിലാണ് ഒരു താമസം. എന്നിട്ടിപ്പോൾ ലോഡ്ജൊന്നുമില്ല. റെസ്റ്റ് ഹൗസിൽ താഴെ 4 നമ്പർ റൂം. ആ റൂമൊക്കെ എനിക്ക് തലശ്ശേരി ഗസ്റ്റ് ഹൗസ് 4, 7, 1 CM 1 താമസിക്കുന്ന റൂം. എൻ്റെ റൂമിൻ്റെ ഇപ്പുറത്ത് ഡൈനിങ് ടേബിൾ ഉണ്ട്. അവിടെ ഇരിക്കുന്ന SP. ഞാൻ ചിലപ്പോൾ ഫയൽ 2-3 പോലീസുകാർ ഞാൻ വന്ന് ചെന്നിരുന്നു. പോയിൻറ്റ്സ് എല്ലാം കൊലപാതകം എല്ലാം. ഇപ്പോൾ അയാൾ ചോദിക്കുക, അല്ല നിങ്ങൾ അയാൾ സൗത്തിൽ നിന്നുള്ളൊരു ഓഫീസറാണ്. അല്ല നിങ്ങൾ ഇന്നലെ എന്തോ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടല്ലോ, ടോർച്ച് അടിച്ച് IPS കാരനാണ്, ടോർച്ച് അടിച്ചാൽ നിങ്ങളോട് ഇതാരാ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ SP. നിങ്ങൾ ഇത്ര ബുദ്ധിയില്ലാത്ത ആളായിപ്പോൾ എല്ലാവരോടും പറയാം. അങ്ങനെ ഒരു ടോർച്ച് കേരള പോലീസിലില്ല. നിങ്ങളെ അയാൾ പറ്റിച്ചതാണെന്ന് പറഞ്ഞു. ഇവർ ബാച്ചുകാരാണോ സീനിയറാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനങ്ങ് ഉരുകിപ്പോയി. പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടേ, പ്രധാന പത്രത്തിൽ നിന്ന് അതുണ്ട്. ഞാൻ നേരെ ഓഫീസിൽ വന്നു നേരെ SP ഓഫീസിൽ വിളിച്ചു. സാറിന് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, സാർ എന്ത് പണിയാണ് സാറ് കാണിച്ചത്? നിങ്ങൾ അങ്ങനെ ഒരു ടോർച്ച് ഇല്ല എന്നല്ലോ. എന്തായാലും നല്ലതല്ലേ, അതുകൊണ്ട് കുറേ ഗുണമുണ്ടായില്ലേ എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ആൾക്കാർ. എന്തൊരു ദൂരം. പക്ഷെ നമുക്ക് ഇന്നും അതങ്ങനെ തന്നെയാണ് ആളുകൾ ആളുകൾക്ക് അതൊന്നും അറിയില്ലല്ലോ. ഈ ഒരു DGP ഉണ്ടായിരുന്നു, ADGP ജാങ് പാങ്കി. ഈ ജാങ് പാങ്കി ലതേഷ് എന്ന് പറഞ്ഞൊരു CPM പ്രവർത്തകനെ കടലിൽ, ഇപ്പം അതിൻ്റെ വിധി വരാൻ പോവാ ഈ മാസം, കഴിഞ്ഞ 28 വെച്ചാണ് പഠിത്തത്തിൽ വരാം. സൂര്യനെ സാക്ഷി നിർത്തി കടലിൻ്റെ തീരത്ത് തിരമാലകൾക്കിടയിൽ വെച്ച് സുധീഷിനെ വെട്ടിക്കൊല്ലാണ്. സുധീഷ് CPM പ്രവർത്തകനാണ്. ഞാൻ ഡെയിലി വീട്ടിലേക്ക് വരുമ്പോഴും ഓഫീസിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും കാണുന്ന ഒരു മുഖം. വില്ലേജ് ഓഫീസിൽ, താലൂക്ക് ഓഫീസിൽ, പോലീസ് സ്റ്റേഷനിൽ ഈ പൊതുപ്രവർത്തനം ഉണ്ടാവും. അപ്പോൾ ഇവനെ ഈ കടൽ തീരത്തിട്ട് വെട്ടിക്കൊല്ലുകയാണ്. അപ്പോൾ ഈ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെയുള്ളൊരു മത്സ്യത്തൊഴിലാളി എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് മൊബൈൽ വന്നു എന്ന് എൻ്റെ ഓർമ്മ. ഞാൻ ഡോക്ടർ KPS സിദ്ദീഖിൻ്റെ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് എൻ്റെ 2ാമത്തെ മോനെ കാണിക്കുക, ശ്വാസം മുട്ടലായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഫോണെടുത്ത് ഞാൻ പുറപ്പെടുന്ന സാറിനോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നു, നിങ്ങളൊന്ന് പെട്ടെന്ന് വിട്ട് കൊണ്ടയാക്കി. ഞാൻ വാർത്തയെല്ലാം എടുത്തു, ഫോട്ടോയെല്ലാം സംഘടിപ്പിച്ചു. മരിച്ചപ്പോൾ മനസ്സിന് ഭയങ്കര സങ്കടമായിപ്പോയി. ഒരു മുണ്ടെല്ലാം മാടിക്കെട്ടി, ഒരു താടിയെല്ലാം വെച്ചിട്ട് പാവം ചെറുപ്പക്കാരൻ. അതിനകത്ത് പ്രതികളായതും എൻ്റെ സുഹൃത്തുക്കളുടെ മക്കളൊക്കെയാണ്. അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ പറയുന്നു, ADGP കൊലപാതകം നടന്നാൽ സന്ദർശിക്കുന്നു. ഞാൻ ഇവിടെ സ്കൂട്ടർ എടുത്ത് ചെറിയൊരു ക്യാമറ കയ്യിലാണ്. ഈ ക്യാമറ എടുത്ത് അപ്പോൾ ഒരു ചെറിയ ഇടവഴിയിലൂടെ ഈ കടൽ തീരത്തേക്ക് നടന്നു പോകണം. അങ്ങനെ ഞാൻ നടന്ന് ചെല്ലുമ്പോൾ ADGP, അന്നത്തെ SP ശ്രീജിത്ത്, SI യഹിയ, തിരുവനന്തപുരംകാരനാണ് യഹിയ കേട്ടോ, ഇങ്ങനെ എല്ലാം അറിയുന്ന ഉദ്യോഗസ്ഥരും. അപ്പം ഞാൻ ചെന്ന് സന്ധ്യാസമയം ഫ്ലാഷ് വന്നു. അപ്പാടി ഇയാൾ ഇംഗ്ലീഷിൽ ഷൗട്ട് ചെയ്തിട്ട് ഞാൻ ആരാ എന്നെ പിടിച്ച് പുറത്താക്കും, അറസ്റ്റ് ഹിം നല്ല മഞ്ഞ ഫുൾ ഇംഗ്ലീഷ്. എനിക്ക് ശ്രീസാർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. എന്നെ പിടിച്ച് പുറത്താക്കാൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്കാർക്കും എന്നെ നന്നായിട്ട് അറിയാം, കോടിയേരിയാണെന്ന് ആഭ്യന്തരമന്ത്രി, എൻ്റെ അയൽവാസി. എന്തായാലും എന്നെ പിടിച്ച് പുറത്താക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല. ഇയാൾ ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീസാർ എന്തെല്ലോ ഇംഗ്ലീഷിൽ അയാളോട് പറയുന്നുണ്ട്. ഇതെല്ലാം പകുതിയെ കേൾക്കുന്നുണ്ട്, ഇരുടാണ് വെച്ചത്. എനിക്ക് ഇയാൾ എന്നെ പിടിച്ച് പുറത്താക്കാനാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞു ഇയാൾ. ഞാൻ പുറത്തിറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ വന്ന് ആഫീസിലിരിക്കുമ്പോൾ വാർത്ത എടുക്കാൻ സ്റ്റേഷൻ ചെന്നപ്പോൾ ഒരു ചെറിയ വിവരം കിട്ടി. ഇയാൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞി കോഴിക്കാല് തേടിയിട്ട് 3 CIമാർ, കണ്ണൂർ ജില്ലയിൽ ഹർത്താലാണല്ലോ,
കോഴിക്കോട് ജില്ലയിലേക്ക് പോയി. അത് ശരി, കഴിക്കാൻ. ഇയാൾക്ക് വാങ്ങാൻ വേണ്ടി 3 CIമാരാണ് പോയത്. അതിനകത്ത് 2 CIമാർ എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ ഇവരെ വിളിച്ചപ്പോൾ ഇവരില്ലപ്പോൾ നവാസ്ക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയ ഹോട്ടലെല്ലാം എനിക്ക് പിടികിട്ടീനി. അങ്ങനെ ചോർത്തി ആ വാർത്ത എടുത്തു. രാഷ്ട്രദീപിയിൽ ഓൾ കേരള വാർത്ത. ADGPക്ക് കുഞ്ഞിക്കാല് തേടി പോലീസ് ജീപ്പുകൾ പാഞ്ഞു, പോയത് കോഴിക്കോട് ജില്ലയിലേക്ക്. അങ്ങനെ 17 തരം കോഴി ഇയാൾക്ക് വേണ്ടി കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. കഥയാണ്. ഇത് വാർത്തയായി അന്ന് ഇയാളങ്ങ് ഗസ്റ്റ് ഹൗസ് വിറപ്പിച്ചു. എന്നെ അറസ്റ്റ് ചെയ്യണം, FIR ഇടണം. ഇയാൾ പ്രകാശ് കാരാട്ടിൻ്റെ ക്ലാസ്മേറ്റാന്നൊക്കെയാണ് കേട്ടിരുന്നത്. ഈ ADGP കടന്നുപോയി. കേരളത്തിൻ്റെ ഒരു DGPയെ വനത്തിൽ തടഞ്ഞൊരു കഥയുണ്ട്. കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DGP BS ശാസ്ത്രി ഇങ്ങനെ കത്തിക്കലും കൊലപാതകവും ഇങ്ങനെ നടക്കുമ്പോൾ ഇയാൾ കണ്ണവം വനത്തിനുള്ളിലൂടെ അടുത്ത അന്ന് കൈതേരി ഭാഗത്തൊക്കെ ഭയങ്കര അക്രമമാണ്. ഒരു ബോംബേറിൽ ഒരുത്തരം തല ഇങ്ങനെ ചിതറിപ്പോയി, എറിഞ്ഞിട്ട് തല ഇങ്ങനെ ചിതറിപ്പോയി കൈതേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഒരു 2 പേരെ കൊന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര കൊലപാതകം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഈ കണ്ണവം ഫോറസ്റ്റിനുള്ളിലൂടെ ഒരു റോഡുണ്ട്, നല്ല കണ്ണവം മക്കാമുറസ് കിടക്കുന്ന ആ റോഡിലൂടെ ഇങ്ങനെ പോവാം. DGP വരുമ്പം അന്ന് DGP വരാമെന്ന് ഇരുന്ന് കാറിനല്ലേ വരാൻ പറ്റും. ഈ താണ്ടി പിടിച്ചാടെ എത്തണമല്ലോ. ട്രെയിനിനൊക്കെ വരൽ കുറവാണ്. അംബാസഡർ കാർ പോകുമ്പോൾ വനത്തിനുള്ളിൽ വെച്ചിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു 10-12 ക്രിമിനൽസ് കയ്യിൽ വടിവാളും ബോംബൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഇയാളെങ്ങനെ ഇയാളെ തടഞ്ഞു, വണ്ടി തടഞ്ഞു. തടഞ്ഞത് തന്നെയാണ് ഇവർ പറഞ്ഞു, തടഞ്ഞതല്ലാന്നും പറയുന്നുണ്ട് പോലീസ്. അപ്പോൾ ഇത് ഞാനെങ്ങനെ അറിയുന്നതെന്ന് അറിയാം. ഞാൻ ഈ ചായ കൂടി എനിക്കൊരു ഭ്രാന്താണല്ലോ. അപ്പം ഈ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ തട്ടുകടയുണ്ട് അവിടെയും പോലീസുകാരും ചായ കുടിക്കാനുണ്ടാവും. സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വന്ന പോലീസുകാരും. അപ്പം എന്നെ കണ്ടന്ന് തീരെ ലുക്കില്ലാത്ത ഒരുത്തിനാണ്. മെലിഞ്ഞ് ആകെ എന്നെ കണ്ടാലൊന്നും ആരും ശ്രദ്ധിക്കൂല. ഒരു വെള്ളം അട്ടലിട്ടിരിക്കും. ഞാനിങ്ങനെ ചായ കുടിക്കണം. 2 പോലീസുകാർ ഇവിടുന്ന് തിരുവനന്തപുരം കൊല്ലം ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ട് പോലീസ് എന്ത് പണിയാണ്, എന്താളുകളാണ്, DGPയെ തടഞ്ഞിട്ടില്ല, ഒരാൾ ചോദിക്കാനില്ല, നമ്മളവിടെ ഇറങ്ങിയെന്നില്ലേ, നമ്മൾ വെടിവെക്കൂലേ, ഒരാൾ ഉത്തരവിടണ്ടേ, എന്ത് തോന്നിയാ സാർ, ഇതെന്ത് നാടാണെന്ന് ചോദിച്ചു. ഞാൻ മെല്ലെ അടുത്ത് പോയി. ഇവർ പറയുന്നതെല്ലാം കേട്ട് മെല്ലെ ഞാൻ കിള്ളാൻ തുടങ്ങി. ആദ്യം അവർ കുറച്ച് പറഞ്ഞു, പിന്നെ അവർക്ക് സംശയം തോന്നിയിട്ട് പറച്ചിൽ നിർത്തി. ഞാൻ അതിൻ്റെ പുറകെ വെച്ച് പിടിപ്പിച്ചു. അന്ന് കൂത്തുപറമ്പ് SI, അന്ന് കൂത്തുപറമ്പേ പോലീസ് സ്റ്റേഷനുള്ളൂ, കണ്ണവത്തൊന്നും പോലീസ് സ്റ്റേഷൻ ഇല്ല. പ്രിൻസ് അബ്രഹാം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാൻ പ്രിൻസിനെ വിളിച്ചു. നീ 36122 ഞാൻ വിളിച്ചോട് ചില പ്രിൻസ് ഇങ്ങനെ തടഞ്ഞില്ല, ഇതാരാ നിങ്ങളോട് പറഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഓരോരുത്തരെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്ന അവരെ കഥ കംപ്ലീറ്റ് എടുത്തിട്ട് സ്റ്റോറി. DGPയെ വനത്തിൽ തുടർന്നു, അക്രമി സംഘം വനത്തിൽ തുടർന്നു. വാർത്ത വന്നിട്ട് പോലീസ് FIR ഇടേണ്ടി വന്നു. വാർത്തയെ തുടർന്നു. അങ്ങനെ ഉള്ള സംഭവങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇതിൽ കണ്ണൂര് പറഞ്ഞാൽ തീരില്ല. വലിയ സംഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ സേവറി ഹോട്ടൽ കൊലപാതകം. അത് ഓർമ്മയിൽ എങ്ങനെയാ? അത് അന്ന് ഞാൻ കണ്ണൂർ ദീപികയുടെ ഓഫീസ് അസിസ്റ്റന്റും തലശ്ശേരിയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ഒരാളുമാണ്. അപ്പോൾ ഈ സേവറി ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യോഗശാല റോഡിലാണ് ഹോട്ടൽ. എല്ലാ ദിവസവും അത് CPMൻ്റെ ഒരു പുറത്ത് രാജേട്ടനുണ്ട്, രാജേട്ടൻ്റെ ഹോട്ടൽ. രാജേട്ടൻ താടിയൊക്കെ വെച്ച് ഒരു എപ്പോഴും നമുക്കൊരു സഹായമൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ്. എല്ലാ ദിവസവും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോൾ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. എപ്പോഴും ചോറും മത്തി പൊരിച്ചതും ഒക്കെ കഴിക്കുന്നത്. ഈ നാണുവേട്ടൻ നമുക്കിവിടെ ഭക്ഷണം വിളമ്പുകയും കറി വിളമ്പുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതിന് നേരെയല്ലേ പോകാൻ പറഞ്ഞത്? ആ ചോറിലല്ലേ രക്തം വീണത്. ക്ലാസ് മുറി, ബസ് സ്റ്റാൻഡ്, ഹോട്ടല്, വീട്, എവിടേക്കാ പോകും ആളുകളെ കൊന്ന് വീട്ടിൽ വല്ല കണക്കുണ്ടോ? അഷ്ന എന്ന് പറഞ്ഞ മോള് നമ്മള് ഡോക്ടറാ. കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞു. അവളെ വിറ്ററിയോ? ഞാനും SK മോൻ അന്ന് തെരഞ്ഞെടുപ്പ് ദിനം രാവിലെ ബിഷപ്പുമാർ വോട്ട് ചെയ്യുന്ന ഫോട്ടോ എടുക്കണം. ഇപ്പോൾ കൊടുവള്ളി ഹൈസ്കൂളിൽ ബിഷപ്പുമാർ വോട്ട് ചെയ്യുന്ന ഫോട്ടോ എടുക്കണം ഞങ്ങൾ രാവിലെ, അതിരാവിലെ. ആ ഫോട്ടോ എടുത്തിട്ട് എത്ര സമയം ഓർക്കുന്നില്ല, എടുത്തിട്ട് നമ്മളിങ്ങനെ നമ്മളെ വണ്ടി ഇങ്ങനെ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു ജീപ്പ് ലൈറ്റ് ഇട്ട് പോവുക. അപ്പോൾ ബാക്കിൽ 2 ചെറിയ കാലാണ് കാണുന്നത്. അപ്പം ഞാൻ SK എന്തോ ഓപ്പറേഷനാണ്, വണ്ടി തിരിക്കുമ്പോൾ കോടതിയിലേക്ക് നമ്മൾ തിരിച്ചു നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് ഈ മോളെ ബോംബറിഞ്ഞ് കിടത്തിയത് കാണുന്നത്. അപ്പം അവളെ അച്ഛൻ്റെ പേര് നാണുവേട്ടൻ എന്നാണ് എൻ്റെ ഓർമ്മ. പുറത്തൊരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ആ വാർത്ത ശേഖരിക്കുന്നത്. ഈ അഷ്നയുടെ എന്ന് പറഞ്ഞാൽ ബാലറ്റ് പേപ്പർ ബോക്സ് തട്ടിക്കൊണ്ടു പോകലും, വീടിൻ്റെ മുറ്റത്ത് ഇവളും ഇവളുടെ
കുഞ്ഞനുജനും കൂടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബോംബെറിഞ്ഞിട്ട് അവളെ കാല് പോകുന്ന മോള്. അതിൽ അവരെ ശിക്ഷിച്ച BJP ഓർമ്മയില്ല. കാരണം ഈ കൊലക്കേസിൽ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസിൽ ജീവപര്യന്തം ശിക്ഷിച്ചുകൊണ്ട് വധശിക്ഷ വിധിച്ചു. ഇപ്പം ഒരു വധശിക്ഷ വിധിക്കുന്നത് ചന്ദ്രദാസ് എന്ന് പറഞ്ഞ ജഡ്ജാണ്. ആ ജഡ്ജി ഞാൻ ഈ കോടതി പറയുമ്പോൾ ഈ കോടതിയിൽ വിചാരണക്ക് വരുന്ന ഈ പ്രതികളൊക്കെ വെള്ളയും ഇട്ടിട്ട് എന്തൊരു ഭംഗിയിലാണ് വരികയെന്ന് അറിയാം. പിന്നെ ഇവർക്ക് എത്ര ആരാധകർ. പിന്നീട് ഡോക്ടറായി. അവൾക്ക് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിയുള്ള സമയത്ത് ലിഫ്റ്റ് ഏർപ്പെടുത്തി. അവൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിസിൻ കഴിഞ്ഞു. ഇന്നവൾ പ്രാക്ടീസ് തുടങ്ങി. അവളുടെ കല്യാണവും കഴിഞ്ഞു. അതന്നെ അതിലും വലിയ സങ്കടമുണ്ട്. ഒരു അമാവാസി എന്ന് പറഞ്ഞൊരു മോൻ ഇപ്പൊ അവൻ കൊല്ലത്ത് വേറെ ഏതോ വലിയ പൊസിഷനിലെത്തി. ഈ കല്ലിക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ തെരുവിൽ പാട്ടുകൾ ഇങ്ങനെ പെറുക്കി പോകുമ്പോൾ ഒരു പാട്ട് കിട്ടിയിട്ട് അവൻ നിൽക്കുമ്പോൾ അവൻ്റെ 2 കൈയും ചെറിപ്പോയി. പറമ്പ് കൊത്തുമ്പോൾ വീടിന് കുയ്യാട്ട എടുക്കാൻ പറമ്പ് കൊത്തുമ്പോൾ ബോംബ് പൊട്ടിത്തെറിച്ച് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്കൂളിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ക്രിക്കറ്റ് ബോൾ പോയിട്ട് എടുക്കാൻ പോയിട്ട് ബോംബ് കിട്ടിയിട്ട് പൊട്ടിത്തെറിച്ച് കുട്ടിയൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. ASP ശ്രീജിത്തിന് ASP ആയിരിക്കുമ്പോൾ തങ്ങൾ പീടികന്ന് ബോംബേറിൽ 10-15 ശസ്ത്രക്രിയ വേണ്ടി വന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു അബ്ദുൽ ഒരു SP യുടെ പേര് അദ്ദേഹം SP ആയിട്ട് റിട്ടയർ ചെയ്തതന്നെ ഓർമ്മ. അദ്ദേഹത്തിന് ബോംബേർ പരിക്കേറ്റിട്ടുണ്ട്. പിന്നെ അങ്ങനെ എത്ര പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. പക്ഷേ ഇന്ന് നമ്മൾ ആലോചിച്ചു ഈ കേൾക്കുമ്പം ഇത് ഈ നാട്ടിൽ തന്നെയാണോ നടന്നതെന്ന് തോന്നുന്ന വിധത്തിലുള്ള മാറ്റം നമുക്ക് ഉണ്ടായില്ലേ ഇപ്പോൾ? അത് ഒന്ന് ഭയങ്കര വികസനം. നമ്മൾ എന്തു പറഞ്ഞാലും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ബൈപ്പാസുകൾ, പാലങ്ങൾ, ഇപ്പം പ്രാദേശിക നവാസ് ഭായി റിപ്പോർട്ട് ചെയ്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചല്ലോ. ആ വഴികളൊന്നും ഇന്നിപ്പോ കേരളത്തിലില്ല. ഇന്നെന്താ പ്രശ്നം? അന്ന് ഈ പത്തായക്കുന്ന് ഒരു സ്ഥലം, ഒരു കുറേ മരപ്പലക വെച്ച കടകളുള്ള സ്ഥലമായിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മുടെ സുബൈർ SP ആണ്. SP-യെ അക്രമികൾ വളഞ്ഞു. അപ്പോൾ വടിവാള് കഴുത്തിനെ വാട് വെച്ചു. സൂപ്പർ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. ഉപ്പർ മെല്ലെ ഇവിടുന്ന് തിരികെയിട്ട് റിവോൾവറും എടുത്ത് അടുത്തവൻ്റെ കുണ്ടക്കം വെച്ച്. അവിടെ നിന്നൊരു മനുഷ്യനുള്ള സ്ഥലമല്ല, ഒരു മനുഷ്യൻ വഴിക്ക് പോകില്ല. ഇപ്പൊ അങ്ങനെ ഒരു സ്ഥലം ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വലിയ വാർത്തയാണ്. അങ്ങനെ ഒരു സ്ഥലമില്ല. എല്ലാ സ്ഥലത്തും വലിയ ഹോട്ടലുകൾ വന്നു. നമ്മുടെ ഭക്ഷണ സംസ്കൃതി, പിന്നെ പോലീസ് സ്റ്റേഷൻ. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ സംഘർഷം നടക്കുന്ന കാലത്ത് തലശ്ശേരി സബ് ഡിവിഷൻ ഞങ്ങൾക്ക് കർണാടക ബോർഡർ വരിക. തലശ്ശേരി, പാനൂര്, കൂത്തുപറമ്പ്, മട്ടന്നൂര്, ഇരിട്ടി, കേളകം ഉൾപ്പെടെ വലിയൊരു പ്രദേശമാണ്. ഒരു DYSP അങ്ങ് ഓടിയെത്തണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് വേണം. ഇപ്പോൾ തലശ്ശേരി സബ് ഡിവിഷൻ, കൂത്തുപറമ്പ് സബ് ഡിവിഷൻ, മട്ടന്നൂർ സബ് ഡിവിഷൻ, ഇരിട്ടി സബ് ഡിവിഷൻ, പേരാവൂർ 5 DYSP-മാർ വന്നു. 6 DYSP-മാരായി. പണ്ട് ഒറ്റ DYSP 6. പിന്നെ ഇപ്പം കൊലപാതകം, ഈ ക്രിമിനൽ കേന്ദ്രീകൃത സ്ഥലത്തെല്ലാം പോലീസ് സ്റ്റേഷൻ വന്നു. നിങ്ങൾ ഇപ്പം കണ്ണവം പുതിയ പോലീസ് സ്റ്റേഷൻ, കതിരൂർ പുതിയ പോലീസ് സ്റ്റേഷൻ, ന്യൂമാഹി പുതിയ പോലീസ് സ്റ്റേഷൻ. അങ്ങനെ നോക്കിയാൽ എത്ര പോലീസ് സ്റ്റേഷൻ വന്നു, സബ് ഡിവിഷൻ വന്നു. പോലീസിന് അന്ന് ഒരു SI എന്ന് പറഞ്ഞ നാട്ടിലെ രാജാവായിരുന്നു. ഇപ്പോൾ ഒരു SP പോലും രാജാവല്ല. ഒരു പക്ഷേ ഞാൻ പിന്നെ രാഷ്ട്രീയമായി ഇത് ആലോചിച്ച് നോക്കുമ്പോൾ ഈ കൊല്ലപ്പെടുന്നതിൻ്റെയും കൊല്ലുന്നതിൻ്റെയും രാഷ്ട്രീയത്തിനപ്പുറത്ത് ആ മേഖലയിൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രിയായി ഞാൻ കാലയളവ്. അതെ, അല്ല ഇപ്പൊ നിലവിൽ 2 ടേമിലായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊലപാതക രാഷ്ട്രീയത്തിന് സമ്പൂർണ്ണമായി മാറി എന്ന് പറയാവുന്ന ഒരു 90% മാറിയ ഒരു കാലം. 95%. അപ്പൊ ആ തരത്തിലുള്ള ഇടപെടൽ അതിന്റെ തുടർച്ചയായിട്ട് അതിൽ ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ M-ന്റെ ഇടപെടൽ അതിനകത്ത് പ്രധാന ഘടകമാണ്. അതില് ആദ്യ മീറ്റിംഗ് നടക്കുമ്പോൾ ആദ്യ മീറ്റിങ്ങിന്റെ കോള് വരുന്നത് RSSന്റെ ഒരു പ്രമുഖനായ നേതാവ്. കണ്ണൂർ വിഷൻ ചാനലിൽ ഞാൻ 3 പ്രോഗ്രാം ചെയ്തിരുന്നു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതിനകത്ത് നേർരേഖ എന്ന് പറഞ്ഞ പരിപാടി പങ്കെടുക്കാൻ ഈ നേതാവ് ഞാനും കണ്ണൂർ റബ്കോയുടെ ലിഫ്റ്റിൻ്റെ അടുത്ത് നിൽക്കുക. ഇപ്പോൾ ഒരു കോൾ വരുന്നു. ആ കോളിലൂടെ ഇതെല്ലാം സംസാരിക്കുന്നതെല്ലാം നമുക്കൊരു സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവില്ല. തിരുവനന്തപുരത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഫ്ലൈറ്റ് ലിഫ്റ്റ് കയറി ഇറങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നവാസ് ഇതൊരു ചെറിയ സമാധാന ശ്രമമാണ്, തൽക്കാലം നിങ്ങൾ ഈ കോള് വന്നവരാരോടും പറയണം. ഞാൻ ഇന്നുവരെ ആരോടും പറഞ്ഞിട്ടില്ല, ആരാന്നും പറയുന്നില്ല. ശ്രീ M-ന്റെ ഒരു ഇടപെടൽ RSS CPM നേതാക്കൾ ഇനിയിപ്പോൾ ആരെന്ത് അതിനെ രാഷ്ട്രീയമായി പറഞ്ഞാലും ഈ നേതാക്കൾ ഒരു ടേബിളിൽ ഇരുന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കൊലപാതകം പൂർണ്ണമായിട്ട് നിന്നത്. തിരുവനന്തപുരത്ത് പരസ്യമായി. പിന്നെ അവിടെയാണ് കടക്കുപുറത്ത് നല്ല പ്രയോഗം. അത് കാരണം അത് പ്രയോഗം വരേണ്ടത് തന്നെയാണ്. നിങ്ങൾ എല്ലാവരും പിണറായി കുറ്റം പറയുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട് നാടിൻ്റെ ചില നന്മകൾക്ക്. ഇപ്പോൾ ഒരു കാലത്ത് പോലീസ് പ്രതികളെ പിടിച്ച് അന്നേരം തന്നെ നമ്മൾ അറിയും. ഇപ്പോൾ പൊന്നം ബാങ്ക് കുറച്ച ആ ബാങ്ക് മുഴുവൻ കൊള്ളയടിച്ച പ്രതികളെ 1 മാസം തലശ്ശേരിയിലൊരു ലോഡ്ജിൽ താമസിപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങൾ ചോദിക്കും പഴുത്തോ ഇല്ല, എനിക്കറിയാം പ്രതികൾ എവിടെയാണ്, ഞാൻ ഇടയ്ക്ക് പോയി നോക്കും, അവരെ കെട്ടി തൂക്കിയിട്ടുണ്ടാവും, അവരെ കട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ കയ്യിൽ ഈ നമ്മുടെ കട്ടിലിൻ്റെ കാലിൻ്റെ അടിയിൽ അവരെ കൈ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി പോലീസുകാർ ഡാൻസ് കളിക്കുന്നുണ്ടാവും. കണ്ടിട്ടുണ്ട്. ഭീകരമായ മനുഷ്യ അവകാശ ലംഘനമാണ് അവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ അവരതിനേക്കാൾ വലിയ ഭീകരന്മാരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് ഉടുമ്പിന്റെ ചോരയിൽ അനങ്ങൂലയുമാര്, ഇതാ ബോഡി അനങ്ങൂല. പോലീസുകാർ 1 മാസം പെടാപ്പാട് വിട്ടിട്ടാണ് പൊന്നും ബാങ്ക് കവർച്ച തെളിയിച്ചത്, ചേലമ്പ്ര ബാങ്ക് കവർച്ച. അപ്പൊ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പം അന്നൊക്കെ ലോക്കപ്പിൽ എത്ര ആളെ ഇടൂലോ, എത്ര ദിവസം വേണമെങ്കിലും ഇടും. അപ്പൊ നമ്മളെല്ലാം ചെന്നാൽ പറയും ആയില്ല. അപ്പൊ നമ്മളൊരു മര്യാദയാണ്. ശരിക്കും അങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തോടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സമാധാനത്തിൽ. പിന്നെ അതൊരു ഘടകം. 2 പോലീസിങ്ങിന്റെ വിന്യാസം നാട് മുഴുവൻ. ഒരു സംഭവം നടന്ന് സെക്കൻഡ് കൊണ്ട് പൊളിക്കും. പിന്നെ CCTVയുടെ വരവ്, ക്യാമറ. നിങ്ങൾ ഓരോ ഓപ്പറേഷൻ നടത്തിയിട്ടും എവിടെയും പോകില്ല. പിന്നെ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം വന്നതോടുകൂടി ഈ ഒന്ന് വികസനം, 2 CCTV, 3 ക്യാമറ. ഇതിലൊക്കെ പ്രധാനം രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ തീരുമാനം. പിന്നെ അതിനപ്പുറത്തെ ഈ മനുഷ്യന്റെ മൂല്യബോധം ഉണ്ടല്ലോ. ഇപ്പൊ തൊഴിലൊക്കെ കിട്ടി, പുതിയ തലമുറയ്ക്ക് മൂല്യബോധത്തിൽ വലിയ മാറ്റമുണ്ട്. പൈസ ജോലിന്റെ ഭാഗമായിട്ടും ബിസിനസ്സായിട്ടും പഴയതിൽ നിന്നും ബുദ്ധിമുട്ടില്ലാത്തൊരു കാലം. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ തലവേദന ഏറ്റെടുക്കുന്നത്? പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനങ്ങൾ ഓരോ മനുഷ്യനും, ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങര കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ട് ജീവിതം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളല്ല, ഇതല്ല ലോകം. ഇങ്ങനെയുള്ള കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമ്മുടെ ജീവിതം ഇതിനപ്പുറത്തേക്കാണെന്ന്. ഇപ്പം ഞാനൊക്കെ പല മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നിന്ന് വലിയ മാറ്റങ്ങൾ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ക്ലാസ്സുകൾ, ഇപ്പം മധു അവതരിപ്പിക്കുന്ന പരിപാടി കാണുന്ന ഒരാൾ അതിരുന്ന് കാണുമ്പോൾ, ഇപ്പം ഇത് കാണുന്ന ഒരാൾ എന്ത് ഞാപ്പം ഇങ്ങനെയല്ല ചെയ്തത്. നമ്മളിൽ ഉണ്ടായ ഒരു ചലനം, ഒരു മാറ്റം, സോഷ്യൽ മീഡിയ, സൗകര്യം, ഫുഡ് സംസ്കാരം, ഭക്ഷണത്തോടുള്ള, ഇപ്പം പഴയ പോലെ കപ്പയും ചേനയും തിന്നല്ല നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ഏത് ഗ്രാമങ്ങളിൽ പോയാലും അവിടെ വലിയ ഹോട്ടലുകൾ വന്നു, വലിയ കഫേകൾ വന്നു, പുതിയ ഭക്ഷണ സംസ്കാരം വന്നു, പുതിയ കാഴ്ചപ്പാട്, എയർപോർട്ട് വന്നു, ബൈപ്പാസ് വന്നു. നിങ്ങൾ ഒരു ഗ്രാമത്തിൽ പോലൊരു റോഡ്, പൊളിഞ്ഞ റോഡില്ല, ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലമില്ല, ക്യാമറ ഇല്ലാത്തൊരു പ്രദേശമില്ല. നിങ്ങൾക്ക് ഓരോ ഓപ്പറേഷൻ നടത്തിയിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. പണ്ട് അതാണല്ലോ പ്രധാന. ഒരു തെളിവും ഉണ്ടാവില്ല, ലിസ്റ്റ് കൊടുക്കുന്നു. ഈ മാറ്റങ്ങളെല്ലാം അതിൻ്റെ ഘടകമാണ്. പിണറായി എന്ന് പറയുന്ന ഒരു കഥാപാത്രം എടുത്തൊരു തീരുമാനം, പൊളിറ്റിക്കൽ അക്രമം നടന്ന പ്രതികളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. യഥാർത്ഥ പ്രതികൾ കേസുകളിൽ വരാൻ തുടങ്ങി. ശരി. പിന്നെ മാത്രമല്ല, ഇപ്പൊ രാഷ്ട്രീയമാണെന്ന് വ്യാഖ്യാനിക്കാമെങ്കിലും ഈ കഴിഞ്ഞ കാലത്ത് പിന്നെ ഉണ്ടായ കൊലപാതകങ്ങളിൽ CPM കൊല്ലപ്പെട്ട കേസുകൾ ഒരുപാടുണ്ട്. രാഷ്ട്രീയ CPM പ്രതികളായ കേസുകളില്ല. എൻ്റെ ഭാര്യാഗ്രഹത്തോട് ചേർന്ന് ഒരു CPM പ്രവർത്തകൻ, പേര് സുരേന്ദ്രൻ എന്ന മറ്റാണ്, ഞാൻ അറിയുന്ന ഒരാളാണ്. ഇയാൾ ഒരു രാത്രി ഇയാളെ വെട്ടിക്കൊന്നു. അതിന് ഇതുവരെ കൗണ്ടർ, അപ്പം എപ്പോഴും പോലീസ് അവിടെ അലർട്ടാണ്, കൗണ്ടർ വരും എന്ന് പേടിച്ചിട്ട്. അത്രയും CPM കൊല്ലപ്പെട്ടിട്ട് CPM കൗണ്ടർ അടിക്കുന്നില്ല. മാത്രമല്ല അപ്പുറത്ത് RSSI, ഒപ്പം SDPI, അവരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷെ അവിടെയും പോലീസിന്റെ ആക്ഷൻ വേറെ ലെവലിലാണ്. ഈ പോലീസിംഗ് എന്ന് പറയുന്ന സാധനത്തിന് പണ്ട് അടിച്ചും പറയാണ്. പക്ഷെ ഇന്ന് തെളിവുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇപ്പൊ ഇവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്ന മുഴുവൻ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഫോൺ റെക്കോർഡ് ചെയ്യുന്നു. അത് നമുക്കറിയാം. നമ്മളിപ്പം നിങ്ങൾ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യുന്നു, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ്, ഒരു ഫോണ് കിട്ടിയാൽ ഒരാൾ എന്തെല്ലാം ചെയ്യുമെന്ന് ടേസ്റ്റ് നമ്മൾ എന്തെല്ലാം ചെയ്തു അന്നേരം മനസ്സിലാവും. ഇത് കഴിയുമ്പോൾ നമ്മളെ സെർച്ച് റിസൾട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയ എല്ലാ സാധനങ്ങളും ഒരു മനുഷ്യൻ എന്തെല്ലാം ചെയ്യും എന്നുള്ള ഒരു സംഭവം പിടികിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം വളരെ തുടക്കത്തിൽ ഈ വീഡിയോയിലെ അഭിമുഖത്തിൽ സഞ്ചരിച്ചത് ഒരു പക്ഷേ വിഷമിപ്പിക്കുന്ന കുറേ ഓർമ്മകളിൽ നിന്നാണ്. പക്ഷെ നമ്മൾ അവസാനം പറഞ്ഞെത്തി നിൽക്കുന്നത് ഒരു ശുഭകരമായ ഭാവിയെക്കുറിച്ചും സമകാലിക സംഭവത്തെ. അത് പറയുമ്പോൾ പി ജയരാജനെ കുറിച്ചൊന്നും പറയാതെ പോയിക്കൂടാ. OK വാസു മാസ്റ്റർ, അശോകൻ, 2 പ്രമുഖ RSS നേതാക്കളെ, BJP നേതാക്കളെ CPMലേക്ക് കൊണ്ടുവന്ന ആൾ പി ജയരാജനാണ്. ഈ ലോകത്ത് അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഏക ആളയാൾ മാത്രമായിരിക്കും. ശരി. കാരണം RSSകാരാണ് അദ്ദേഹത്തെ വെട്ടി മൃതപ്രായനാക്കിയത്. ഈ RSSലെ ഏറ്റവും വലിയ തീപ്പൊരി പ്രാസംഗികനാണ് OK വാസു മാസ്റ്റർ. അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അത് കേട്ടിട്ടൊക്കെ പോയ ആളുകളുണ്ടാവും. എത്ര ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടാവും. ജയരാജനെ വെട്ടാൻ പോയാലും പിന്നെന്താ, അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വാസുമാഷ് എന്ന് പറയുന്ന ആള്
നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ ഭയങ്കര രസം. ഇന്ന് അദ്ദേഹം അങ്ങനെയുള്ള പ്രസംഗം നടത്തുന്നില്ല. ആ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ആ, കോടിയേരി മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്, കോടിയേരിയുടെ വീട്ടിൽ. അന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഈ ടൂറിസം KTDCയുടെ ഡയറക്ടർഷിപ്പ് പോയ ആ സമയത്താണ്. ഇപ്പം മലബാർ ദേവസ്വം ബോർഡിൻ്റെ എനിക്ക് വാസുമാഷെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. ആ, കാരണം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ തീപ്പൊരി RSSന്റെ തീപ്പൊരിയായിരുന്നു OK വാസു മാസ്റ്റർ. അദ്ദേഹം ഈ P ജയരാജനെയും കോടിയേരിനെയും പിണറായിനെയും പറഞ്ഞാൽ ചീത്ത ലോകത്ത് വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തും പറയും പ്രസംഗത്തിൽ. അദ്ദേഹമാണ് ഇന്ന് CPMന്റെ സഹയാത്രികൻ. അശോകേട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി. ഇതാണ് രാഷ്ട്രീയം. ഇത് കണ്ടിട്ട് ആളുകൾ ആരെയും കൊല്ലാനൊന്നും പോകണ്ട. ഇത് അങ്ങോട്ടും മാറും ഇങ്ങോട്ടും മാറും. ആ തിരിച്ചറിവ് ആളുകൾക്ക് വരുന്നുണ്ട്, വന്നു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ പ്രകടനത്തിന് ഒരു പ്രസ്ഥാനത്തിനും ആളെ കിട്ടുന്നില്ല. അപ്പൊ നവാസ് ഭായിയുടെ ഈ ഓർമ്മ ഇതുപോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നമുക്കത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനം. അതെ, ആ ഒരു ട്വിസ്റ്റ് സമൂഹത്തിൽ ഉണ്ടായി, ഗുണകരമായ ഒരു മാറ്റമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരമായി ഇത്തരം ഓർമ്മകൾ ഒരു പ്രതികാരത്തിനല്ലാതെ നല്ലൊരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഇനിയും പുസ്തകങ്ങളും ലേഖനങ്ങളും ഉണ്ടാവും. അടുത്ത പുസ്തകം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അതിന്റെ അടുത്ത 2ാം ഭാഗം കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇത്രയും നേരം സഹകരിച്ചതിന് വളരെ നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി ടോക്ക് ഷോ വിത്ത് KV മധുവിലേക്ക് വരാം. നന്ദി, നമസ്കാരം.